ഈ പറയുന്ന യക്ഷി എന്ന് വെച്ചാൽ പാർവതി തന്നെയാണല്ലോ, പാർവതിയുടെ ഒരു അപഭ്രംശമെന്നോ അല്ല. അങ്ങനെയുണ്ടോ? യക്ഷി പാർവതി തന്നെയാണ് അല്ലേ? പാർവതിയാണ്. പർവ്വത നന്ദിനിയാകുന്ന പാർവതിയുടെ ജൈവ പരിണാമം എന്ന് വേണം പറയാൻ. അപ്പം അന്നൊരു സ്വപ്നം ഉണ്ടായി തലേദിവസം, നാളെ ഇവിടെ ഒരു മരണം നടക്കും. വളരെ വിശിഷ്ടനായിട്ടുള്ള വ്യക്തി സൂര്യകാരടി ഭട്ടതിരിപ്പാട് ഇവിടെ വരും. അദ്ദേഹത്തിൻ്റെ വിധി അനുസരിച്ച് അദ്ദേഹം ഇവിടെ വെച്ച് മരിക്കണം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഉച്ചപൂജ കഴിഞ്ഞ് വൈകുന്നേരത്തെ പൂജ നേരത്തെ കഴിച്ച് എല്ലാവരും സന്ധ്യയ്ക്ക് മുമ്പേ പൊയ്ക്കൊള്ളണം, അമ്പലവും ക്ഷേത്രമൊക്കെ അടച്ചോളണം എന്നാണ് ശാന്തിക്കാരനും ഉടമസ്ഥർക്കും മറ്റേ സ്വാമിയാർക്കും ഒക്കെ സ്വപ്നമുണ്ടായി. ഇങ്ങനെ യക്ഷി ഒക്കെ ഉണ്ടോ? രക്ഷസ് യക്ഷി ഒക്കെ ഉണ്ടല്ലോ. ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കണേ പറ്റുള്ളൂ, കാണിച്ചു തരാൻ പറ്റില്ല. ഇത് കാണാവുന്ന നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാനോ നമ്മുടെ ടച്ച് സെൻസ് കൊണ്ട് തിരിച്ചറിയാനോ പറ്റുന്നതല്ല. ഈ പറയുന്ന ഇലഞ്ഞി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ചെറുപ്പകാലത്ത് അവിടെ ഉണ്ടായതായിട്ടും ഉണങ്ങിപ്പോയതായിട്ടും അദ്ദേഹം പറഞ്ഞു കേട്ടു. ആ കാലത്താണ് കാർത്തികനാളിൻ്റെ കാലം. അത് എന്നിട്ട് ആ സമയത്ത് റിനോവേറ്റ് ചെയ്യുന്നു, രക്ഷസിനെ ഗംഭീരമായിട്ട് ആവാഹിക്കുന്നു, ഇവിടെ കൊണ്ടുവരുന്നു. അതെവിടെയുണ്ട്? അത് ശരി, ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. തിരുമേനിയുടെ കുറച്ച് മുമ്പ് ഒരു പാല കാണിച്ചില്ലേ അപ്പുറത്ത്, അതിലൊക്കെ യക്ഷി ഉണ്ടാവുമോ? പാലയിലുണ്ടോ? എന്താ യക്ഷിക്കഥ കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. കുഞ്ഞു നാൾ മുതൽ യക്ഷിക്കഥകൾ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വരും സൂര്യകാലടി മനയുടെ പേര്. സൂര്യകാലടിയുടെ കഥ പറയുന്ന ബാലെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒടുവിൽ യക്ഷിയുടെ ശാപമേറ്റ് ഒരു കുളക്കടവിൽ സൂര്യകാലടി മനയിലെ വലിയ തിരുമേനി മൂത്രം മുട്ടി മരിക്കുന്ന ഒരു കഥ കണ്ട് ഞാൻ പേടിച്ചിട്ടുണ്ട്. പിന്നെ സൂര്യകാലടി എന്ന് പറയുമ്പോൾ എൻ്റെ ഉറക്കത്തിൽ ഒരുപാട് യക്ഷികൾ വരുമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ, കുറേ നാൾ കഴിഞ്ഞ് ഒരു പുസ്തകമൊക്കെ വായിക്കുന്ന കുട്ടിയായപ്പോൾ ഞാൻ ഐതിഹ്യമാല വായിച്ചു. കൊട്ടാരത്തിൽ ശങ്കുണ്ണി കേരളത്തിൻ്റെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലുമുള്ള സവിശേഷമായ കഥകൾ പറഞ്ഞു തന്നു. അപ്പോഴും ഞാൻ സൂര്യകാലടിയെ ഓർത്തു. അപ്പോൾ ആ കൂട്ടത്തിൽ യക്ഷിയുടെ കൂടെ ഞാൻ സൂര്യകാലടിയിലെ ഗണപതിയെക്കുറിച്ച് ഓർത്തു. ഗണപതി സൂര്യകാലടി മനയിലെ തിരുമേനിമാരുടെ വെടിപ്പുറത്തുണ്ടായിരുന്നു. ഒടുവിൽ ഗണപതി ഒന്ന് പിണങ്ങി. അങ്ങനെ എത്ര രസകരമായ കഥകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളും കേട്ടിട്ടുണ്ടാവാം. ആ കഥകളുടെ കേദാരഭൂമിയായ സൂര്യകാലടി മനയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. വല്ലാത്ത ഒരത്ഭുതം, ആദരവ്, വിസ്മയം, ചെറിയ ഭയം, ഇതൊക്കെ ഈ മണ്ണിൽ കാലുകുത്തുമ്പോൾ എൻ്റെ ഉള്ളിലുമുണ്ടായിരുന്നു. നിങ്ങളോട് സൂര്യകാലടിയുടെ കഥ പറയാൻ എൻ്റെ മുന്നിലിരിക്കുന്നത് സാക്ഷാൽ സൂര്യകാലടി മനയിലെ ജ്യേഷ്ഠൻ തിരുമേനി സൂര്യൻ ഭട്ടതിരിപ്പാടാണ്. നമസ്തേ. നമസ്കാരം. നമസ്കാരം. തിരുമേനി, ഒരു കഥകളിലൊക്കെ കേട്ട് നമ്മുടെ പ്രേക്ഷകരും ഒരുപാട് കേട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ സൂര്യകാലടിയെ പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ശരിക്കും ശരിയാണ്. മലയാള സാഹിത്യ ചരിത്രത്തിലും ഒക്കെ പരാമർശമുണ്ട്. അതിലിപ്പോൾ നേരത്തെ പറഞ്ഞ സൂര്യകാലടി എന്ന് പറയുന്ന ആദ്യ സൂര്യനെ പ്രത്യക്ഷപ്പെടുത്തിയ യക്ഷികളെയൊക്കെ ആവാഹിച്ച ആ അദ്ദേഹത്തിൻ്റെ കഥ പറയുമ്പോൾ മലയാള സാഹിത്യ ചരിത്രമല്ലേ പണിക്കരുടെ, അതിലെ പറയുന്നത് അതൊരു വീരപുരുഷനായിട്ടാണ്. അതിനകത്ത് എത്ര നൂറ്റാണ്ട് മുമ്പായിരിക്കും ആ തിരുമേനി ഇവിടെ ഉണ്ടായി? ഒരു പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുണ്ടാവുന്നത് ഒരു 400 വർഷങ്ങൾക്ക് മുമ്പാകാം. അതായത് 400 അത് കൂടുതലാകാനാണ് വഴി. എൻ്റെ തലമുറയായപ്പോഴത്തേക്കും അത് 16ാമത്തെ തലമുറയായി എന്നാണ് എൻ്റെ മുത്തശ്ശൻ പറഞ്ഞു തന്നെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ 16ാമത്തെ തലമുറയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 500-600 വർഷം ഒത്തെ പഴക്കമാണ് നമുക്ക് കണക്കൂട്ടാവുന്നത് ഈ പറഞ്ഞ വ്യക്തി. അതായത് അങ്ങയുടെ ഒരു പൂർവ്വപിതാമഹൻ. അതെ, 16 തലമുറകൾക്ക് മുൻപുണ്ടായിരുന്നു. അത് ഞാനിപ്പോഴും പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ, സുനിൽ ഇത് പറഞ്ഞപ്പോൾ ഓർത്തത് ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചതാണ്, ഈ മലയാള സാഹിത്യ ചരിത്രത്തിൽ വായിച്ചതാണ്. ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണെന്ന് തെളിയിച്ച ഒരു ലെജൻഡറി കഥാപാത്രമാണ് സൂര്യകാലടി മനയുടെ കാലടിയുടെ ചരിത്രത്തിൽ കൂടെ അനാവരണം ചെയ്യുന്നത്. അങ്ങനെ എന്തോ വാചകമാണ് സ്ട്രൈക്ക് ചെയ്തു. അത് അതായത് ജീവിതത്തിൻ്റെ സുഖവും ദുഃഖവും ഒക്കെ നല്ലവണ്ണം അനുഭവിച്ച് അതിൻ്റെ അകത്ത് വീരപുരുഷത്വം പ്രദർശിപ്പിച്ച് എന്തു വന്നാലും ശരി എൻ്റെ പൗരുഷം ഞാൻ കാണിച്ചിരിക്കും. മരണം സംഭവിക്കും, ശരിയാണ്. പക്ഷേ ഞാൻ എൻ്റെ കഴിവുകൾ കാണിച്ചിരിക്കും, എനിക്ക് ചെയ്യാനുള്ളത് ചെയ്തിരിക്കും എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി ചെയ്ത ഒരു വ്യക്തിയുടെ കഥയാണല്ലോ. അല്ല, അതിനകത്ത് ഈ കഥ പറയുമ്പോഴത്തേക്ക് അതൊരു കഥ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. നാട്ടിൻപുറത്ത് ഒരുപാട് പേർക്ക് ഉപദ്രവം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു യക്ഷി, ആ യക്ഷിയെ തിരുമേനി ആവാഹിക്കുകയാണ്.
ആവാഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോമകുണ്ടത്തിന് മുന്നിലേക്ക് യക്ഷി വരുന്നു. അദ്ദേഹം എന്നിട്ട് പറയുന്നു, ഞാൻ പൊയ്ക്കൊള്ളാം, എന്നെ വെറുതെ വിടണം എന്ന് പറയുമ്പോൾ തിരുമേനി അങ്ങനെ ചെയ്യാതെ ഉറുമ്പുകളെ അഗ്നിയിലേക്ക് ആവാഹിച്ച് യക്ഷിയെ ഭസ്മീകരിച്ച് കളഞ്ഞു എന്ന് മറ്റാണ് കഥ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണോ? അങ്ങനെയല്ല വാസ്തവത്തിൽ. ഒരു യക്ഷി അദ്ദേഹത്തിൻ്റെ ഈ കഥാപാത്രത്തിൻ്റെ അച്ഛനായിട്ടുള്ള വ്യക്തിയും മറ്റൊരു നമ്പൂതിരിയും കൂടെ തൃശ്ശൂർ പൂരം കാണാൻ പോയെന്നോ, അത് തൃശ്ശൂർ പൂരം അല്ലെന്നും, തൃശ്ശൂർ പൂരം തുടങ്ങിയിട്ട് ഇത്രേ വർഷമായിട്ടുള്ളൂ. അതെ, അതുകൊണ്ട് ഇത് ആറാട്ടുപുഴ പൂരം. ശക്തമ്പുരാനാണ് തൃശ്ശൂർ പൂരം തുടങ്ങുന്നത്. അതെ. അപ്പോൾ അതിന് മുൻപാണ് ഉള്ള കഥയായതുകൊണ്ട് ഇത് ആറാട്ടുപുഴ പൂരം ആയിരിക്കാനാണ് വഴി. അപ്പോൾ ഈ ആറാട്ടുപുഴ പൂരം കാണാൻ പോയപ്പം ഒരു യക്ഷി പറമ്പിൽ പ്രവേശിച്ചു എന്നും അവിടെ രാത്രി സമയത്ത് ഈ 2 യക്ഷികൾ ഇവരെ രണ്ടുപേരും വശീകരിച്ചു എന്നും രാത്രി സമയത്ത് രണ്ടുപേരും ഓരോ പാലക്കൊമ്പിൽ കയറ്റിയിരുത്തിയെന്നും കൊട്ടാരമാണെന്ന് തോന്നിച്ച് അതിൽ ഈ ഭട്ടതിരിയെ അദ്ദേഹം ഈ യക്ഷി തിന്നു എന്നും മറ്റേയാളുടെ കയ്യിൽ ദേവീ മാഹാത്മ്യം എന്ന ഗ്രന്ഥം തലയ്ക്ക് വെച്ച് കിടക്കുന്നത് കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല എന്നും ഒക്കെയാണ് കഥ. എന്താണെങ്കിലും പൂരം കാണാതെ മറ്റേ നമ്പൂതിരി തിരിച്ചു വന്ന് വിവരം ഇവിടെ പറഞ്ഞു. അപ്പം അന്ന് ഗർഭിണിയായിരുന്നു ഭാര്യ. അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടി ഈയുടെ അമ്മ ഇത് വന്നതിനാദ്യ കൃത്യങ്ങളൊക്കെ നടത്തിച്ചു. അപ്പോൾ ചോദിച്ചു, എന്താണ് അച്ഛനാരാണെന്ന് ചോദിച്ചപ്പോൾ കാര്യങ്ങളും കഥകളുമൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിന്നെ വേറെ കൂടുതലൊന്നും നോക്കുന്നില്ല. എല്ലാ ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചു. ഉപനയന സംസ്കാരത്തോടുകൂടി, ഉപനയനം സമാവർത്തനത്തോടുകൂടി ശാസ്ത്രങ്ങളുമൊക്കെ പഠിച്ചു. അതിനുശേഷം അദ്ദേഹം തപസ് ചെയ്യുകയാണ്, സൂര്യനെ തപസ് ചെയ്യുകയാണ്. സൂര്യനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി എന്നും. അത് നമ്മുടെ ഇവിടെയാണ്, ഈ തറവാട്ടിലാണ്. ഇവിടെ ആയിരിക്കാം, ആകണം. കാരണം നമ്മുടെ തൊട്ട് മുന്നിൽ നദി ഒഴുകുന്നുണ്ട്. നദിയിൽ ഇറങ്ങി നിന്ന് 1 വർഷത്തോളം തപസ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ജലത്തിൽ അല്ല, അതിപ്പോൾ ഭാരതപ്പുഴയിലും ആവാം. അവിടെ ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നല്ലോ. അതുകൊണ്ട് കഥയും ഇതുമായിട്ട് എല്ലാം യോജിപ്പിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നില്ല. കഥയായിട്ട് പോകട്ടെ. എന്താണെങ്കിലും അദ്ദേഹം തപസ് ചെയ്തു. അതിനൊക്കെ ദൃഷ്ടാന്തമുണ്ട്, തെളിവുണ്ട്. ഈ പറയുന്ന എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പരമ്പരയുണ്ട്, ഗുരുപരമ്പരയുണ്ട്. ഈ പരമ്പരയ്ക്ക് ഒരു പേരുണ്ട്, അതായത് ദീക്ഷാനാമമുണ്ട് പ്രത്യേകം. ഞാനത് വേറെ ദിവസത്തിൽ പറയാം. എന്തായാലും ഇദ്ദേഹം പ്രത്യക്ഷപ്പെടുത്തിയെന്നും ആ സൂര്യൻ പ്രത്യക്ഷപ്പെട്ട് മന്ത്രവാദ ഗ്രന്ഥങ്ങളൊക്കെ കൊടുത്തു. എന്ത് അത്യാവശ്യം വന്നാൽ ഇതിൽ നോക്കി കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. എന്ന് മാത്രമല്ല, സൂര്യൻ തന്നെയായിട്ട് സൂര്യാത്മാജകരസ്തുഷശ്ച എന്ന വേദവചനം ഉണ്ടല്ലോ, അതിനനുസരിച്ച് സൂര്യൻ തന്നെ ആകട്ടെ എന്ന് ഈ വരുന്ന തലമുറകൾക്കൊക്കെ സൂര്യൻ എന്നുള്ള പേര് അത് ടാഗ് ചെയ്ത് വേണത്രേ. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര് സൂര്യൻ ഭട്ടതിരിപ്പാടെന്നാണ്. എൻ്റെ മുത്തച്ഛൻ്റെ പേര് സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാടെന്നാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് സൂര്യൻ എന്നാണ്. എൻ്റെ പേര് സൂര്യൻ സുബ്രഹ്മണ്യനാണെന്നുണ്ടെങ്കിൽ എൻ്റെ മകൻ്റെ പേര് സൂര്യനാണ്. അപ്പോൾ ഈ 2 പേരിങ്ങനെ മാറി മാറി വരും. എങ്ങനെ പോയാലും സൂര്യൻ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പാരമ്പര്യത്തിൽ പിന്നെ കാണിക്കുക. അതുപോലെ തന്നെ സൂര്യൻ്റെ സമ്പ്രദായങ്ങളിലും ഇപ്പം ഏറ്റവും പ്രത്യേകിച്ച് ബ്രാഹ്മണർക്ക് എല്ലാവർക്കും പ്രത്യക്ഷ ദൈവതമാണ് സൂര്യൻ. ഓക്കെ. പക്ഷേ ബ്രാഹ്മണർക്ക് വളരെ വിശേഷമാണ് ഗായത്രി ഉപാസന. അതിൽ കൂടെ സവിതാവിനെയാണ്, അഥവാ സൂര്യമണ്ഡല മധ്യവർത്തി ആയിട്ടുള്ള നാരായണനെ ഉപാസിച്ചാണ്, അതിൽ കൂടിയാണ് ബ്രാഹ്മണ്യം ഉണ്ടാകുന്നത് തന്നെ. ഒരാൾ ജനിച്ച് ഉപനയന സംസ്കാരത്തോടു കൂടിയാണല്ലോ അവന് ബ്രഹ്മോപദേശം കിട്ടുന്നതും ഗായത്രി മന്ത്രം ഉപദേശം കിട്ടുന്നതോടു കൂടിയാണ് അവൻ ബ്രാഹ്മണനാകുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ പുരസ്കരണം 3 വർഷം കൊണ്ട് ചെയ്ത് വേദം പഠിച്ച് ഒക്കെ സമാവർത്തനം, ഇതിൻ്റെ ഒരു ദീക്ഷാവിധികളൊക്കെ പൂർത്തിയാക്കുന്നതോടു കൂടിയാണ് അവൻ ബ്രാഹ്മണനാകുന്നതെന്നാണ്. അതുവരെ അവൻ ശൂദ്രനാണ്. ജന്മനാശാജായതേ ശൂദ്ര എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം. അവൻ കർമ്മണാജായതേ ദ്വിജ എന്നാണ്, 2 ജന്മം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഈ സൂര്യോപാസന തന്നെയാണ് എല്ലാ ബ്രാഹ്മണർക്കും സാമാന്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ചില വിശേഷങ്ങളുണ്ട്. സാമാന്യമായിട്ടുള്ള ഈ നിത്യസന്ധ്യാവന്ദനാദി കാര്യങ്ങൾക്കൊക്കെ ഇതേ രീതിയിലും ഇപ്പം പറഞ്ഞതായിട്ടുള്ള ധ്യാനത്തിലും ഒക്കെ സൂര്യനെ ആരാധിക്കുന്നു എന്നുണ്ടെങ്കിൽ മാധ്യന്തിന സമയത്ത് സൂര്യനെ വളരെ വിശേഷപ്പെട്ട ഒരു രീതിയിലാണ്. അവിടെ സൂര്യൻ സ്ത്രീയാണ്. സൂര്യൻ സ്ത്രീ രൂപത്തിലാണ്, ഈ ദേവിയായിട്ടാണ്. ആദ്യം കേൾക്കും അങ്ങനെ ഒരു സങ്കല്പം. അങ്ങനെയുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണതൊക്കെ. അത് ഉച്ചയ്ക്കുള്ളൂ താനും. രാവിലത്തെ സന്ധ്യാവന്ദനത്തിനോ വൈകുന്നേരത്തെ സന്ധ്യാവന്ദനത്തിനോ ഒന്നും ഈ പറയുന്ന എല്ലാവരും ചെയ്തു വരുന്ന അതേ രീതിയിൽ ധേസദ സവിതൃമണ്ഡല മധ്യവർത്തി നാരായണ എന്ന് തുടങ്ങുന്ന ഒരു ധ്യാനം ഉണ്ട്. അത് ആ സങ്കല്പത്തിലാണ്, ആ ധ്യാനത്തിലാണ് ഗായത്രി ഉപാസനമൊക്കെ എല്ലാവരും ചെയ്യുന്ന, അർഘ്യം കൊടുക്കുന്നതും അത് അതിൻ്റെ ജപം നടത്തുന്നതൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഈ വിശേഷ ജപം, ന്യാസങ്ങളോട് കൂടിയ വിശേഷ ജപം ഒക്കെ നടത്തുമ്പോൾ അതൊരു
സ്ത്രീ ആയിട്ടാണ് അത് ഉപാസിക്കപ്പെടുന്നത്. അവിടേക്കാണ് ഈ ഗുരുപരമ്പരയുടെയൊക്കെ പ്രത്യേകത വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഗുരുപരമ്പരയിൽ നിന്ന് തുടർന്ന് വരുന്നതാണ്. ഈ പറയുന്ന 16 തലമുറയും മറ്റൊന്നും അല്ല, അതിലും പുറകിലേക്ക് ഗുരുപരമ്പര ഉണ്ടെന്നും ഒക്കെ ഇത് ന്യസിക്കുന്നത് കൊണ്ട്, ഈ ഗുരുപരമ്പരയെ ന്യസിക്കുന്നു എന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ആനന്ദനാഥൻ എന്ന പേരോടുകൂടിയ ദീക്ഷാനാമം ഞങ്ങൾക്കൊക്കെ മൂത്തയാൾക്ക് ദീക്ഷാക്രമം അനുസരിച്ച് ആ ഒരു പേര് വരുന്നുണ്ട്. അതങ്ങനെ പുറകിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന 300-400 വർഷം അല്ലെന്നും അതിലും പുറകിലേക്ക് പോകുന്നുണ്ടെന്നും മനസ്സിലാവും. അതിലെ ഗംഭീരാശയനായിട്ടുള്ള ഒരാളാണ് ഈ കഥയിലെ നായകൻ. അതെ, ശരിക്കും അത് ഈ ഞാൻ ചോദിക്കുന്നത്, ഒരാളൊരു നമ്മൾ ആവാഹിക്കുകയാണ്, യക്ഷി ആവാഹിക്കുന്നു, യക്ഷി പറയുകയാണ് ഞാൻ ഉപദ്രവം ഇല്ലാതെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞാൽ വിട്ടയക്കട്ടെ? വേണ്ടേ ചോദിച്ചാൽ അതല്ലേ പറഞ്ഞേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ജീവിതം ജീവിക്കാനുള്ളതാണ്. വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ നശിപ്പിക്കണം. അച്ഛനെ കൊന്ന അതെ ആളാണ്, അതുകൊണ്ട് നീ അങ്ങനെ പോകണ്ട. ഞാൻ നശിപ്പിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഹോരക്രിയാണല്ലോ ഉറുമ്പുകളെ ഹോമിക്കുക എന്നൊക്കെ പറയുന്നത് അല്ലേ? അതെ, അതിഘോരമായിട്ടുള്ള ക്രിയകളാണ്. അപ്പോൾ അവിടെ നിഗ്രഹാനുഗ്രഹ ശക്തിയുണ്ട് ദേവിക്ക്. ഈ പറയുന്ന യക്ഷി എന്ന് വെച്ചാൽ പാർവതി തന്നെയാണല്ലോ, പാർവതിയുടെ ഒരു അപഭ്രംശമോ അല്ല. അങ്ങനെയുണ്ടോ? യക്ഷി പാർവതി തന്നെയാണ് അല്ലേ? പാർവതിയാണ്. പർവ്വത നന്ദിനിയാകുന്ന പാർവതിയുടെ ജൈവ പരിണാമം എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ യക്ഷി ശപിക്കുന്നുണ്ട്, 41 ദിവസത്തിനകം മൂത്രം മുട്ടി മരിക്കട്ടെ എന്നാണ് ശാപം. അന്നത്തെ കാലത്തെ നിയമം ശപിച്ചാൽ ശാപമോക്ഷം ചോദിച്ചിരിക്കണം എന്നാണ്. ശാപമോക്ഷം ചോദിക്കണമെന്നും അത് പറഞ്ഞു കൊടുക്കണം നിർബന്ധമാണ്. അതിനനുസരിച്ച് ശാപമോക്ഷം എന്താണെന്ന് ചോദിച്ചു. അപ്പം തിരുവാരൂർ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ, തമിഴ്നാട്ടിലാണ്, അറിയാമല്ലോ തിരുവാരൂർ, കരുണാനിധിയുടെ നാടാണ്. അതെ, അറിയാം. അവിടെ ക്ഷേത്രമാണ്. തൊഴണം ഈ 41 ദിവസത്തിനകം എന്നാണ് ശാപമോക്ഷം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അത് പറ്റില്ല, അങ്ങനെ വേറെ പല കാര്യങ്ങളുണ്ട്, 40 ദിവസം പോകാനും സാധിക്കില്ല, ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ലല്ലോ. അതുകൊണ്ട് അപ്പോഴാണ് പറഞ്ഞത് ഇതേ രീതിയിലും ധ്യാനത്തിലും ഒക്കെ ഒരു ക്ഷേത്രം നമ്മുടെ പറവൂര്, ആലങ്ങാട് പറവൂര് ഒരു ക്ഷേത്രമുണ്ട്. തിരുവാലൂർ എന്നാണ് അതിന് പറയുക. തിരുവാലൂർ ക്ഷേത്രത്തിൽ പോയാലും മതി എന്നാണ് യക്ഷി മറുപടി പറഞ്ഞത്. ശരി എന്ന് പറഞ്ഞു, യക്ഷിയെ ഹോമിക്കുന്നു. എന്തായാലും അവനെൻ്റെ തീരുമാനത്തിനൊന്നും യാതൊരു വരുത്താൻ, മരണം സംഭവിക്കുമെന്ന് പറഞ്ഞാലും അത് ഒഴിവാക്കാനൊക്കെ നോക്കും. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. പിന്നെ അത് അപ്പോഴല്ലേ, നമുക്ക് അപ്പോൾ നോക്കാം എന്നുള്ളതാണ്. അതിനുശേഷം വീണ്ടും ഇതേ യക്ഷിയുടെ ഭർത്താവായ ഗന്ധർവനിൽ നിന്നും ശാപം കിട്ടുന്നുണ്ട്. മനോരമ തമ്പുരാട്ടി എന്ന് പറഞ്ഞ കോഴിക്കോട് സാമുദ്രിയുടെ ഭാര്യയായിട്ടുള്ള മനോരമ തമ്പുരാട്ടിക്ക് ഈ ഗന്ധർവ ബാധയുണ്ടാവുകയും അത് പലരാൽ നോക്കിയിട്ടൊന്നും മാറാതെ വരികയും ചെയ്തു. ഇവർ ഈ മനോരമ തമ്പുരാട്ടി സ്വതേ തന്നെ വലിയ വിദുഷിയാണ്. പണ്ഡിതന്മാർക്കാർക്കും അവരുടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുന്ന മന്ത്രവാദിയോ ആരാച്ചാൽ അവരെ ഈ അവരുടെ വൈദുഷ്യം കൊണ്ട് അവരെ തോൽപ്പിക്കുകയാണ്. എനിക്കൊന്നും അറിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ആക്കും. പിന്നെ ഒന്നും ചെയ്യാനല്ലോ, പിന്നെ എന്താ വായിക്കുക. അതെ. അപ്പം അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം അവിടെ പോയി ഈ മനോരമ തമ്പുരാട്ടിയായിട്ട് ഈ സാഹിത്യാദി എല്ലാ വിഷയത്തിലും, തന്ത്രശാസ്ത്രം, മന്ത്രശാസ്ത്രം, അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ, വേദാന്തം, ഇതിലൊക്കെ ഗംഭീരമായിട്ട് സംസാരിച്ചു. അപ്പോൾ അതിലൊക്കെ വൈദുഷ്യം ഒക്കെ കണ്ടപ്പോൾ ഇദ്ദേഹം അവസാനം പറഞ്ഞു, ഇത് എനിക്ക് മനസ്സിലായി ഗന്ധർവനാണെന്നുള്ള കാര്യം. തമ്പുരാട്ടി അല്ല സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഒഴിപ്പിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഗന്ധർവൻ തിരിച്ചു പറഞ്ഞു, അങ്ങയുടെ മഹത്വം എനിക്ക് മനസ്സിലായി, ഒരുപാട് ആദരിക്കുന്നു, പക്ഷേ ഈ ദേഹം വിട്ടു പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് അങ്ങ് ആണ് എൻ്റെ ഭാര്യയായി യക്ഷിയെ കൊന്നത്, എനിക്കിനി വേറൊരു സ്ഥാനമില്ല ഇവിടെ, അത് മാത്രം പറയരുത് എന്നൊക്കെ അപേക്ഷിക്കുകയൊക്കെ ചെയ്തു. പറ്റില്ല, ഞാൻ വാക്ക് കൊടുത്തതാണ്, മാറ്റിക്കൊള്ളാം എന്ന്. അതുകൊണ്ട് മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ഗന്ധർവൻ്റെ ശാപം കൂടെ വരികയാണ് എക്സ്ട്രാ. ഇതേപോലെ തന്നെ അത് 12 ദിവസത്തെ കാലാവധിയാവും. ഈ 41 അതെ. അപ്പം 41ാമത്തെ ദിവസവും 12ാമത്തെ ദിവസവും കോയിൻസൈഡ് ചെയ്ത് ഒരു ദിവസമായിട്ട് വരുന്നു. വീണ്ടും അതേപോലെ ശാപമോക്ഷം ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്, 12 ദിവസത്തിനകം തിരുവാലൂർ പോയി തൊഴുതാൽ ശാപമോക്ഷമാവും എന്നാണ്. അങ്ങനെ അദ്ദേഹം ഈ പറഞ്ഞ അവസാനത്തെ ദിവസം വരെ കർമ്മം ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. ദിവസം ഉണ്ടല്ലോ, 12, 41 ആകുന്ന ദിവസം വരെ അദ്ദേഹത്തിന് വേറെ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്തു. ലാസ്റ്റ് ദിവസം അവിടെ ചെന്നു. അന്നൊരു സന്ധ്യയോട് കൂടിയാണ് അവിടെ എത്തുന്നത്. അപ്പം അന്ന് ഈ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാരുടെ വക എല്ലാ വർഷത്തിലും ഇത് എന്താണ്, ഏതോ ഒരു പക്ഷത്തിലാണ് ഒരു കഞ്ഞി സദ്യയോ മറ്റോ നടത്തുന്നൊരു
ഒരു ഏർപ്പാട്. അത് സ്വാമിയാരുടെ വകയായിട്ടുള്ളതാണ്. ആ ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ അത് വാരോ ഒത്തൂട്ടോ അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ട്. അപ്പം അന്നൊരു സ്വപ്നം ഉണ്ടായി തലേദിവസം, നാളെ ഇവിടെ ഒരു മരണം നടക്കും. വളരെ വിശിഷ്ടനായിട്ടുള്ള വ്യക്തി സൂര്യകാരടി ഭട്ടതിരിപ്പാട് ഇവിടെ വരും. അദ്ദേഹത്തിൻ്റെ വിധി അനുസരിച്ച് അദ്ദേഹം ഇവിടെ വെച്ച് മരിക്കണം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഉച്ചപൂജ കഴിഞ്ഞ് വൈകുന്നേരത്തെ പൂജ നേരത്തെ കഴിച്ച് എല്ലാവരും സന്ധ്യയ്ക്ക് മുമ്പേ പോയിക്കൊള്ളണം, അമ്പലവും ക്ഷേത്രമൊക്കെ അടച്ചോളണം എന്നാണ് ശാന്തിക്കാരനും ഉടമസ്ഥർക്കും മറ്റേ സ്വാമിയാർക്കും ഒക്കെ സ്വപ്നമുണ്ടായി. അതനുസരിച്ച് എല്ലാവരും മുൻകൂട്ടി ഇതൊക്കെ അടച്ച് പോവുകയും ചെയ്തു. അദ്ദേഹം ചെന്നപ്പം അമ്പലമൊക്കെ അടച്ചിരിക്കുന്നു. എന്നാലും അദ്ദേഹം മുൻവശത്തെ ഒരു കുളം ഉണ്ടായിരുന്നു. ഇപ്പം ചെല്ലുമ്പം ആ കുളത്തിൽ 2 കുളമുണ്ട് അവിടെ. മറ്റേ കുളം ഇപ്പം മൂടി പോയി കഴിഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് കുളിച്ചു, മുകളിലേക്ക് കയറിയപ്പോൾ മൂത്രം ഒഴിക്കണം എന്ന് തോന്നി. മൂത്രം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ശൗചാദികളും ആചമനങ്ങളും ഒക്കെ വേണമെന്നാണ്. അപ്പോൾ അത് വീണ്ടും ചെയ്യണം. അങ്ങനെ പല പ്രാവശ്യമായി അദ്ദേഹത്തിന് വല്ലാത്ത ആക്രാന്തമായി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ശാപം ഫലിക്കുകയാണ്, ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്ന് മനസ്സിലായി. അപ്പം അദ്ദേഹം സൂര്യനോട് ചോദിക്കുന്നുണ്ട്, അങ്ങ് പറഞ്ഞ പ്രകാരമുള്ള അങ്ങ് പറഞ്ഞ ക്രിയകളൊക്കെയാണല്ലോ ഞാൻ ചെയ്തത്, ഗ്രന്ഥത്തിൽ പറഞ്ഞ ക്രിയയാണല്ലോ ഞാൻ ചെയ്തത്, എന്നിട്ട് എന്താ എനിക്കിങ്ങനെ വന്നത് എന്ന് ചോദിച്ചു. സൂര്യൻ പറയുന്നു, അത് ഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ലല്ലോ, സൂര്യകാരടി തന്നെ ചെയ്തോളണം എന്നും കൂടെ എഴുതിയിട്ടില്ലല്ലോ. ശാസ്ത്രമട്ടത്തെ പറഞ്ഞിട്ടുള്ളൂ. ശാസ്ത്രമുണ്ട്, ചെയ്യേണ്ടവൻ ചെയ്യുക, ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കാനും തയ്യാറായിക്കൊള്ളുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ മറുപടി കിട്ടി. അത് ഈ ശിവനോട് ചോദിക്കുന്നുണ്ട്, അവിടുത്തെ തിരുവാലൂരപ്പനോട് ശിവനോട് ചോദിക്കുന്നു, കൊള്ളാവുന്ന ഒരാൾ കാണാൻ വന്നാൽ ഇതല്ലൊരു ആദിത്യ മര്യാദ, ഞാൻ ചെയ്യാൻ പാടില്ലാത്തതല്ലേ, നേരത്തെ നടയടച്ച് പോയേക്കും. അതെ. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, അത് ഞാൻ ഹെൽപ്ലെസ്സാണ്, അങ്ങയുടെ മരണം ഇവിടെ സംഭവിക്കണം എന്നുള്ളത് വളരെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്, അത് എന്നാൽ തടയാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞു. അവിടെ ശിവനെ ശപിച്ചു. അതാ ഞാൻ പറഞ്ഞില്ലേ, അത് ഈ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ വളരെ കറക്റ്റാണ്. അവിടെ വേറെ ഒന്നും നോക്കുന്നില്ല, പിന്നെ ഈശ്വരനാണെന്ന് പോലും മഹാദേവനാണെന്ന് പോലും നോക്കുന്നില്ല. ഈ ക്ഷേത്രം കത്തിപ്പോവട്ടെ, സകലതും നശിക്കട്ടെ എന്നാണ് ശാപം. ഉടനെ ശിവൻ ശാപമോക്ഷം ചോദിച്ചു എന്നാണ്. എന്താ ശാപമോക്ഷം? അപ്പോൾ പറഞ്ഞു, ഇതൊക്കെ സംഭവിക്കും, പക്ഷേ ഇവിടെ മുൻവശത്ത് നിൽക്കുന്ന ഒരു മരമുണ്ട്, എന്തോ ഒരു മരം, ഒരു ഇലങ്ങിയോ അങ്ങനെ എന്തോ ആണ്, ആ മരം ഉണങ്ങുന്ന കാലത്ത് ശാപമോക്ഷം കിട്ടും എന്നാണ്. അങ്ങനെ അദ്ദേഹം അവിടെ മരിക്കുന്നു. അവിടെ പിന്നീട് ക്ഷേത്രം മുഴുവൻ തീ പിടിക്കുന്നു. 41 ഇല്ലക്കാർക്കായിരുന്നു അതിൻ്റെ ഊരാണ്, എല്ലാം നശിക്കുന്നു, എല്ലാം ഒന്നൊഴിയാതെ നശിക്കുന്നു. ആ പ്രദേശം മുഴുവൻ സർവനാശം, ആ തിരുവാലൂർ മുഴുവൻ സർവനാശം വരുന്നു. അമ്പലം ഇടിവെട്ടി തീ പിടിച്ചു, ശിവലിംഗം പോലും തകർന്നു. അങ്ങനെ പൂജയൊന്നുമില്ലാതെ ഒരുപാട് കാലം കടന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ കാർത്തിക തിരുനാളിൻ്റെ കാലത്താണ് ഇതിന് ഒരു പുനരുദ്ധാരണം നടക്കുന്നത്. തിരുവനന്തപുരത്തെ കാർത്തിക തിരുനാളത്തിൽ രാജാവ് അവിടം വരെ എത്തിയല്ലോ, ആ ആലങ്ങാട് ഏരിയയൊക്കെ പിടിച്ചടക്കിയല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പം പ്രശ്നം വെച്ച് നോക്കിയപ്പം ഇതിൻ്റെ ഈ രക്ഷസിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഉടനെ അവിടെ റിനോവേഷനൊക്കെ ചെയ്യും. അപ്പോൾ ആ കാലത്തെപ്പറ്റി ഓർമ്മയുണ്ടെന്ന് ഇപ്പോഴത്തെ അടുത്ത കാലത്ത് മരിച്ചു പോയ അവിടുത്തെ തന്ത്രിയുണ്ട്, വേഴപ്പറമ്പ് തമ്പൂരിപ്പാട്, അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിലുണ്ട്, ഈ പറയുന്ന ഇലഞ്ഞി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ചെറുപ്പകാലത്ത് അവിടെ ഉണ്ടായതായിട്ടും ഉണങ്ങിപ്പോയതായിട്ടും അദ്ദേഹം പറഞ്ഞു കേട്ടു. ആ കാലത്താണ് കാർത്തിക തിരുനാളിൻ്റെ കാലം. അത് എന്നിട്ട് ആ സമയത്ത് റിനോവേറ്റ് ചെയ്യുന്നു, രക്ഷസിനെ ഗംഭീരമായിട്ട് ആവാഹിക്കുന്നു, ഇവിടെ കൊണ്ടുവരുന്നു. അതെവിടെ ഉണ്ട്? അത് ശരി, ഇവിടെ ഉണ്ട്. അല്ല, ഇപ്പോൾ ഇതൊരു സംശയം. ഇപ്പോൾ അങ്ങ് പറഞ്ഞു ഈ രക്ഷസ് എന്ന് പറഞ്ഞു, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, യക്ഷി ഉണ്ടെന്ന് പറഞ്ഞു. എന്നോടൊക്കെ ഈ സൂര്യകാലയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ചില ആൾ പറയും, സൂര്യകാലത്തൊക്കെ പോയാൽ അവിടുത്തെ ഇല പോലും പറിക്കരുത്, അതങ്ങനെ വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷം. ഇങ്ങനെ പഴയ ആളുകൾ, ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ അറിയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെയൊക്കെ ഒരു തലമുറ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ യക്ഷി ഒക്കെ ഉണ്ടോ? രക്ഷസ്, യക്ഷി ഒക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കണേ പറ്റുള്ളൂ, കാണിച്ചു തരാൻ പറ്റില്ല. ഇത് കാണാവുന്ന നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാനോ നമ്മുടെ ടച്ച് സെൻസ് കൊണ്ട് തിരിച്ചറിയാനോ പറ്റുന്നതല്ല. നേരെ മറിച്ച് അനുഭവങ്ങൾ വരുമ്പോൾ തന്നെത്താൻ വിശ്വാസമായിക്കോളും.
അതിൻ്റെ പ്രതിഭ അതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള അനുഭവങ്ങൾ വേറെ ഇവിടെയുള്ളവർക്കും പുറമുള്ളവർക്കും ഒക്കെ ഉണ്ട്. ഇപ്പോഴും ആ നാട്ടിൽ തിരുവാലൂർ ചെന്ന് ചോദിച്ചു നോക്കുക, മഹാദേവനെ വഴിപാട് കഴിക്കുന്നതിന് മുമ്പ് സൂര്യകാരടി രക്ഷസിന് പായസം കഴിച്ചിട്ടേ മഹാദേവന് വഴിപാട് കഴിക്കുകയുള്ളൂ. അത് എപ്പോഴും എത്രയൊക്കെ ആവാഹിച്ച് കൊണ്ടുവന്നാലും അവിടെ ഇപ്പോഴും അതിൻ്റെ പ്രസൻസ് ഉണ്ട്. അവിടെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടേ ഉള്ളൂ മഹാദേവനെ. ഈ മനുഷ്യരായിട്ട് ജീവിച്ച ആളുകളാണോ പിന്നീട് രക്ഷസായിട്ട് മാറുന്നത്? ഒരു ബ്രാഹ്മണ്യം ഉണ്ടാവുക, ബ്രഹ്മരക്ഷസ്, ഉഗ്ര തപസ്വിയാകുക, എന്നിട്ട് ഒരു ദുർമരണം സംഭവിക്കുക, എന്നിട്ട് ഈ പറയുന്ന ചില വൈകാരിക ബന്ധങ്ങൾ വച്ചുകൊണ്ടിരിക്കേണ്ടി വരിക. അപ്പോഴാണ് ഈ മോചനമില്ലാത്ത രക്ഷസായിട്ട് ബ്രഹ്മരക്ഷസായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് നിരന്തരമായിട്ട് അങ്ങനെ തന്നെ നിൽക്കും, എത്രയോ തലമുറകളിലേക്ക് നിൽക്കുമായിരിക്കും, അറിയില്ല. ഇപ്പം തന്നെ ഇത്രയും തലമുറയായിട്ട്. അല്ല, നമ്മുടെയൊക്കെ മിക്കവാറും ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ അവിടെ രക്ഷസിനൊരു സ്ഥാനമുണ്ട്. അത് കുറേ കാലം കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി കഴിയുമ്പോൾ മാറ്റാവുന്നത്. ആക്ച്വലി അത് സ്ഥിരമായിട്ട് വേണ്ടതല്ലത്. പലപ്പോഴും ഇങ്ങനെയുള്ള രക്ഷസുകളൊക്കെ ഉണ്ടായി പല മനപ്രയാസം കൊണ്ടുമൊക്കെ മിക്കവാറും പല ക്ഷേത്രങ്ങളിലുണ്ടല്ലോ. അതൊക്കെ ഒരു 3 തലമുറയൊക്കെ കഴിഞ്ഞാൽ അത് മാറ്റാവുന്നതാണ്. ഞാൻ തന്നെ മാറ്റിയിട്ടുണ്ട് പല ക്ഷേത്രങ്ങളിലും. ഇനി ഇത് ആചരിക്കേണ്ടതില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ആ രക്ഷസിനെ നമുക്ക് മോക്ഷം കൊടുത്ത് മാറ്റാം. തിരുവല്ലി, എനിക്ക് വേറെ സംശയം. ഇപ്പോൾ ഈ പുതിയ ന്യൂജൻ കാലത്ത് ഈ ശാസ്ത്രീയ ചിന്ത, സയൻറ്റിഫിക് ടെമ്പറിൻ്റെ ആളുകൾ ഒരുപാടുള്ള കാലം ആണല്ലോ. അവർ പറയുന്നു പണ്ടൊക്കെ യക്ഷിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ എല്ലാ പാലയിലും ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ലൈറ്റും വെട്ടമൊക്കെ വന്നപ്പോൾ യക്ഷിയൊക്കെ പോയി. എവിടെ പോയി? ഉണ്ടായിരുന്നെങ്കിൽ കാണണ്ടേ എന്നൊക്കെ ചോദിച്ച് ആക്ഷേപിക്കുന്നവരുണ്ട്. പിന്നെ വഴിയോ രാത്രി പോകുമ്പോൾ ചുണ്ണാമ്പ് തരാമോ എന്നൊക്കെ ചോദിച്ച് വരുന്ന യക്ഷി. ഇതൊക്കെയാണല്ലോ നമ്മുടെ സാഹിത്യം യക്ഷിയെ വർണ്ണിച്ചിരിക്കുന്നത്. അതെ അതെ. ഞാനും യക്ഷിയെ കണ്ടിട്ടുള്ളത് സിനിമയിലാണ്. അതായത് നല്ല ഷാമ്പു ഒക്കെ തേച്ച് നല്ല മുട്ടറ്റ വെള്ള സാരി കൂടുതൽ, എന്നിട്ട് ഏതെങ്കിലും ഒരു പെഡസ്ട്രിയൽ ഫാനെ കൊണ്ട് മുടിയൊക്കെ പുറകിലേക്ക് പറപ്പിച്ച് വെള്ള സാരി കൊടുക്കുള്ളൂ. ഇതാരാ ആ രൂപകൽപ്പന ചെയ്തതെന്ന് എനിക്കും അറിഞ്ഞൂടാ. ഇങ്ങനെ ഒരു യക്ഷിയെ നമുക്കറിഞ്ഞൂടാ. അത് നമ്മൾ പൂജിക്കുന്ന യക്ഷി ഇങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ് പൂജിക്കുന്ന യക്ഷി? നമുക്ക് പാർവതിയാണ്, ശുദ്ധമായിട്ടുള്ള പാർവതി സങ്കല്പം തന്നെയാണ്. അതിൽ എത്ര കണ്ട് ആകർഷണീയത ഉണ്ടാകുമോ അത്ര കണ്ട്. ആ പാർവതിക്ക് തന്നെ, പാർവതി സാക്ഷാത് ശിവന്റെ ഭാര്യയാകുന്ന പാർവതി, ശക്തി സ്വരൂപിണി, അതിൻ്റെ ഏറ്റവും ജൈവമായിട്ടുള്ള ഒരു രൂപം എന്താണ്? പാർവതി ദേവി ആണെങ്കിൽ എങ്ങനെയാണ് ആളുകളെ ഇങ്ങനെ ദംഷ്ട്രകളൊക്കെ പുറത്ത് വന്ന് രക്തം കുടിക്കുക? അല്ല, ഇതൊരു സ്ഥിരം പരിപാടിയല്ലല്ലോ. ഇപ്പോൾ നമ്മളൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയാണ്. അതെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മളൊക്കെ ചെയ്യില്ലേ? ശരിയാണ്. ഗതികെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അതാ പറഞ്ഞു, രക്തം കുടിക്കുമോ എന്നല്ല അവിടെ ചോദിക്കും. രക്തം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള കൊതുകുകളൊന്നും അല്ലല്ലോ. കൊതുകിന് ഇപ്പോൾ നമ്മുടെ രക്തം കുടിച്ചേ ജീവിക്കാൻ പറ്റുള്ളൂ. യക്ഷിക്ക് നമ്മുടെ രക്തം കുടിച്ച് ജീവിക്കേണ്ടതൊന്നുമല്ല. അതങ്ങനെയല്ല ഇതിനെ മനസ്സിലാക്കേണ്ടത്. ആ വ്യക്തിയുടെ സർവ്വ ഊർജവും ഈ തന്നിലേക്ക് സ്വാംശീകരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ്? ജൈവബന്ധമാണ് ഇതിനുള്ളത്. അതിനും കുറേ കാലത്തേക്കുള്ള ഈ പറയുന്ന യക്ഷികൾക്കും കുറേ കാലത്തേക്ക് അതിന് അവിടെ എക്സിസ്റ്റൻസ് ഉള്ളൂ. പലപ്പോഴും ഈ മറുപിള്ള എന്നൊക്കെ പറയും എന്ന് പറയുന്ന ഒരു സങ്കല്പം, ഞാനത് വെറുതെ ഉപയോഗിച്ചൊരു വാക്കാണ്, എന്നുവെച്ചാൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു വാക്ക് ഉപയോഗിച്ചത് മാത്രമേ. വാസ്തവത്തിൽ ഓരോ യക്ഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ ദേവതയ്ക്കും അതിൻ്റെ ഒരു യക്ഷി രൂപമാണ്. അത് എന്താ പറയണ്ടേ, നിർമാല്യധാരി എന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാ ക്ഷേത്രവും നിർമാല്യധാരി ഇല്ലേ? അതെന്താ? ഈ വിഷ്ണു ക്ഷേത്രമാണെങ്കിൽ വിശ്വക്സേനൻ എന്ന് പറഞ്ഞ ഒരു ശ്രീകോവിലിൻ്റെ തൊട്ടു ചുറ്റുമുള്ള ബലിക്കല്ലുകളിൽ അതിൻ്റെ ഒരു ഈശാനകൊണ്ട്, അതായത് ഒരു വടക്ക് കിഴക്ക് മൂലയിലായിട്ട് ഒരു കുറച്ച് വലുപ്പം കൂടുതലുള്ള ഒരു കല്ലുകാണ്. അത് നിർമാല്യധാരിയുടേതാണ്. വിഷ്ണു ആണെങ്കിൽ അതിന് വിക്ഷുസേനൻ എന്നാണ് പറയുക. മറ്റേ ചണ്ഡീശ്വരൻ എന്നാണ് ശിവനാണെങ്കിൽ പറയുക. ഈ പറയുന്ന ദേവത എന്നോ എന്താ പറയണ്ടേ, നിർമാല്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ, നമുക്ക് നിർമാല്യം സിനിമയൊക്കെ ഉണ്ട്, അതല്ല പറഞ്ഞ് നിർമാല്യം എന്നൊക്കെ. നിർമാല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർമ്മലമാക്കപ്പെട്ടത്, അതായത് ദേവനെ അണിയിച്ചതിന് തിരിച്ചെടുത്തത്. അതെ, തലേന്ന് ധരിപ്പിച്ച പൂക്കളും എല്ലാം മാറ്റാണല്ലോ. അവശിഷ്ടം എന്നാണ് തന്നെയാണ് അവിടെ മീൻ ചെയ്യുന്നത്. അതെ, ഇതിൻ്റെയൊക്കെ സ്വീകർത്താവാണ് ഈ പറയുന്ന നിർമാല്യധാരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 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 എങ്ങനെയാണ് ഞാനത് പറയുക, ഈ പറയുന്ന ഒരു ജൈവ സങ്കല്പം അതിനുണ്ട്. മനുഷ്യനിലേക്ക് എത്തുന്ന ഒരു സങ്കല്പം, അതായത് ദൈവത്തിൻ്റെ സൂക്ഷ്മഭാവത്തിൽ നിന്ന് പ്രകടഭാവങ്ങളിലേക്ക് എത്തുന്ന ഒരു പ്രതിബിംബം ഉണ്ടെങ്കിൽ അതാണ് ഈ പറയുന്ന നിർമാല്യധാരി. ഇത് തന്നെയാണ് ഈ യക്ഷി, ആ ദേവൻ്റെ യക്ഷി. ശരിക്കും പറഞ്ഞാൽ ഓരോ ദേവതയ്ക്കും ഓരോ യക്ഷിയുണ്ട്. എല്ലാ ദേവന്മാർക്കും ആ ദേവൻ്റെ അഥവാ ദേവിയുടെ രണ്ടും ആയിക്കോട്ടെ യക്ഷി ഉണ്ടെന്ന് തന്നെയാണ് പറയുക. പിന്നെ അതിനെ വീണ്ടും
കുറച്ചുകൂടെ വിശദമായിട്ട് പഠിക്കുമ്പോൾ, അഥവാ അതിനെ പഠിക്കുമ്പോൾ എന്ന് തന്നെ പറയട്ടെ, പഠിക്കുമ്പോഴാണ് നമുക്കതിനെ ഡൈവേഴ്സിറ്റി സെറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതും 32 തരം യക്ഷികളുണ്ടാവുന്നതും ഇതിനൊക്കെ 32 തരമുണ്ട്. യക്ഷികളുണ്ടാവുന്നതും അതൊക്കെ ആപ്ലിക്കേഷനാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ആർക്കോ ജനിച്ചിട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് അവരെ പോയി കാണുന്നു എന്നൊന്നും വിചാരിക്കുന്നത്, ഞാൻ ഉണ്ടാക്കുന്നതാണ്. 32 യക്ഷി ഞാനാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഞാൻ എന്നുള്ള പറഞ്ഞതല്ല, നമുക്കുണ്ടാക്കാനുള്ളതാണ്, നമുക്കുണ്ടാക്കാവുന്നതാണ്, നമ്മൾ കൽപ്പിക്കുന്നതാണ്, നമ്മൾ ആ മന്ത്രത്തെ കൊണ്ട് ഉണ്ടാക്കേണ്ടത്. 33 കോടി ദേവതകൾ എന്ന് പറയുന്ന പോലെ തന്നെ. അതെ, ഇത് 32 തരം യക്ഷികളുണ്ട്. അതൊക്കെയും നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ മന്ത്രസിദ്ധി കൊണ്ട്, അഥവാ മന്ത്രം നമ്മൾ ഉണ്ടാക്കിയ ആ മന്ത്രത്തെ കൊണ്ട് സൃഷ്ടിക്കുന്നതാണ് ഇതൊക്കെ, ഈ പറയുന്ന യക്ഷികളെയൊക്കെ. അങ്ങനെ സൃഷ്ടമായിപ്പെട്ട വലിയ ഉഗ്ര തപസ്യകളാൽ സൃഷ്ടിക്കപ്പെട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് നമുക്ക് പല സ്ഥലത്തും കാണാവുന്ന യക്ഷി ബിംബങ്ങളോ പ്രതിഷ്ഠകളോ കാര്യങ്ങളോ ഒക്കെ. അല്ല, എൻ്റെ ഒരു സംശയം, ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് തികഞ്ഞ അവിവേകമാണെന്ന് അറിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അതുകൊണ്ട് അത് ആദ്യമേ ഞാനൊരു ക്ഷമ ചോദിക്കുന്നു. അതായത് അങ്ങും ആവാഹനമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, വലിയ ഒരു പരമ്പരയുടെ ഇന്നത്തെ കണ്ണി എന്ന് ആ തറവാട്ടിലെ ഏറ്റവും മൂത്ത ആൾ എന്ന നിലയിൽ അങ്ങും ആവാഹനമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ യക്ഷി എന്ന് പറയുന്ന അത് ബാധിച്ച ഒരാളെ ആവാഹിക്കുമ്പോൾ അങ്ങേക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ? എങ്ങനെ ഫീൽ ചെയ്യും? പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നതായിട്ട് കാണാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മുറിയിലിരുന്ന് തന്നെ പലപ്പോഴും ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോടുകൂടി വരുന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണാറുണ്ട്. അത് പലതരത്തിലാണ് അവർ കാണിക്കുന്നത്. ഇവിടെ ഒരു നല്ല ഓഫീസറായിട്ട് ഇരുന്ന ലേഡി ഒരിക്കൽ ഇവിടെ വന്നു. അപ്പോൾ അവർ വലിയൊരു നിലയിലുള്ളൊരു ഓഫീസറാണ്. രക്ഷാശിഷ്ട ഞാൻ ഇപ്പം പറഞ്ഞാൽ ചിലപ്പം ആൾക്കാർക്ക് മനസ്സിലാവും എന്ന് വിചാരിച്ചാണ് എന്താണ് ലാവണം എന്ന് ഞാൻ പറയാണ്ടിരിക്കുന്നത്. കുറച്ച് രക്ഷാശിക്ഷകളൊക്കെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലുള്ള അവരെൻ്റെ അടുത്ത് വരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ബാധയുണ്ട്, അതെപ്പോഴും അത് പ്രകടമാകാറില്ല, അത് വല്ലപ്പോഴും ഒക്കെയാണ് ചെയ്യുന്നത്, പക്ഷേ അത് വലിയ ബുദ്ധിമുട്ടാണ്, അത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാനപ്പോൾ കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം പറയിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം അത് ഉണർന്നേക്കാം, ഉണരുത്തും എന്നൊന്നും ഞാൻ അവകാശവാദമൊന്നും പറയുന്നില്ല കേട്ടോ. ചില രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞാൽ നമ്മളൊന്ന് അതിനെ ഒന്ന് ഉണർത്താൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഒന്ന് അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഒരു പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞു. ആ വ്യക്തി ഒരു സ്ത്രീയാണെന്ന് ഓർത്തോണം. അവിടെ ഇരുന്ന ആ തേക്കിൻ്റെ വലിയ ഒരു വേരിൻ്റെ നമ്മൾ കുറച്ച് മുമ്പ് ഇരുന്ന് അവിടെ അത് കൈ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് ഇടുന്നു, ഇങ്ങനെ ഒരു പോക്ക് ഒറ്റ കൈ കൊണ്ട്. എവിടുന്ന് കിട്ടുന്നു ആ ശക്തി? നമ്മളൊരു 2 പേരുണ്ടെങ്കിൽ 2 3 പേരുണ്ടെങ്കിൽ ഒന്ന് മാറ്റി വയ്ക്കുക എന്നുള്ളതല്ലാതെ ഇതല്ല. അവിടെ തറയിലിരിക്കുന്നയാൾ നേരെ കൈ ഇങ്ങനെ അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പൊക്കുകയാണ് ചെയ്യുന്നത്. ഈ ശക്തിയൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു? നമുക്കതിൻ്റെ രീതികളും ഭാവങ്ങളും ഒക്കെ കണ്ടാൽ എന്താണെന്ന് കുറേ നാളത്തെ പരിചയം കൊണ്ട് നമുക്ക് മനസ്സിലാവും. ഇതേപോലെ തന്നെ വേറൊരാൾ കുറേ എണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിൽ 1-2 പെട്ടെന്ന് ഓർത്തത് ഞാനിങ്ങനെ പറയുകയാണ്. ഇവിടെ നിലമുറ്റത്തിരുന്ന ഒരാൾ ഇതുപോലെ ഉണർന്നപ്പോൾ പിന്നെ അട്ടഹാസമൊക്കെയാണ്. എന്നോട് ചോദിക്കുന്ന നീ ആരാടാ എന്നെയൊക്കെ ആവാഹിക്കാൻ, നിനക്കറിയാൻ മേല ഞാൻ ആരാന്ന്. എന്തോ ഒരു പഴയ എത്രയോ തലമുറകൾക്ക് മുമ്പുണ്ടായിരുന്ന ഏതോ ഒരു അന്തർജനത്തിൽ വന്നുകൂടിയ യക്ഷിയാന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ നീയൊക്കെ ഇന്നലെ മറ്റുണ്ടായ കൊച്ചു എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ഞാൻ സമ്മതിക്കാം, പക്ഷേ ഇത് മാറിയേ പറ്റുള്ളൂ, ഈ ശരീരം വിട്ട് മാറിയേ പറ്റുള്ളൂ. നീ എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്നാണ് നീ എന്നാ വിളിക്കുന്നത് തന്നെ. അത്രയും നേരം ബഹുമാനത്തിലൊക്കെ സംസാരിച്ചിരുന്ന ആളാണ്. അത് ഞാൻ പറഞ്ഞത് എനിക്കെന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതെ, എന്നാൽ നീ എന്നെ എന്താ ചെയ്യുക, നിനക്ക് പറ്റുന്നതോടെ ചെയ്യുക എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു നീ മര്യാദയ്ക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വെട്ടിയാണെങ്കിലും മാറ്റേണ്ടി വരും. അപ്പോഴൊക്കെ ഞാനൊരു ഇത് വിടാതെയാണ് ചിരിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത്. എന്നാൽ നീ വെട്ട കാണട്ടെ എന്ന് പറയും. ഞാനപ്പോൾ ഇന്ന് വേറെ നിവർത്തിയാണ്, എനിക്കും കുറേശ്ശെ പേടിയൊക്കെ ആയി തുടങ്ങിയായിരുന്നു. അല്ല സത്യം പറഞ്ഞാൽ എങ്ങാനും വല്ല ഉപദ്രവിച്ചാൽ എന്ത് ചെയ്യും. ഞാനപ്പോൾ അവിടുന്ന് മറ്റേ വാളുണ്ടല്ലോ, നമ്മുടെ വാളിങ്ങനെ പൊക്കി എടുത്തിട്ട് അവിടെ ഇരിപ്പുണ്ടല്ലോ, അവിടെ കുറേ വാളുകളുണ്ടോ ഞാൻ കണ്ടു ഇങ്ങനെ വലിച്ചിങ്ങോട്ട് ഊരിയിട്ട് ഇപ്പം പോയിരിക്കണം,
അല്ലെ നിന്നെ ഞാൻ വെട്ടിയിരിക്കും. എനിക്ക് ആ നോട്ടമൊന്നും ഇവിടെ ഇല്ല. എൻ്റെ ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്, എനിക്ക് യാതൊന്നും സംഭവിക്കില്ല എന്ന് കഴിഞ്ഞാൽ നല്ലത് തീർച്ചയാണ്. നമ്മൾ വീശിക്കിട്ട് ഞാൻ നടുവിൻ്റെയൊക്കെ ഒരു ചാട്ടം ചാടി, വെട്ട 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ പിന്നെ പെട്ടെന്ന് മോഹാരസ്യപ്പെട്ട് വീണു. ഇവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, ഭാര്യയും പിള്ളേരൊക്കെ ഒന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അവരൊക്കെ അങ്ങോട്ട് വരാൻ പേടിച്ചിട്ട് ആ വാതിലിൻ്റെയും ഈ ചെറിയ ജനലായിട്ട് കിടക്കുന്നതൊക്കെ കണ്ടിരിക്കുക. അല്ല, അതോടുകൂടി അങ്ങ് മാറി. ഞാൻ വാളുകൊണ്ട് വെട്ടുമിട്ടൊന്നും ഇത് കാണിക്കുകയുള്ളൂ. അല്ല, അവർക്ക് ആ തോന്നൽ ഉണ്ടാക്കുക എന്നുള്ളതേ നമ്മുടെ ആവശ്യമുള്ളൂ. അല്ലാണ്ട് ഈ ശരീരത്തെ വെട്ടേണ്ട കാര്യമൊന്നും എനിക്കില്ല താനും. അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് തിരുമേനി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ പഴയ നമ്മൾ ആദ്യം പറഞ്ഞ നമ്മുടെ പൂർവ്വ പിതാമഹനുണ്ടല്ലോ, അദ്ദേഹത്തിന് കിട്ടിയതുപോലെ ഇവരെ ഒഴിപ്പിക്കുമ്പോൾ ആ ശരീരം വിട്ടുപോകാൻ ഇഷ്ടമില്ലാത്ത, ആ ശരീരത്തെ കാമിച്ചു കൂടിയിരിക്കുന്ന ആളുകൾ നമുക്ക് ദോഷം വരുത്തില്ലേ ഈ ചെയ്യുന്ന? എനിക്കോ? കുറച്ചൊക്കെ വരും. അതൊക്കെ കർമ്മം ഉണ്ടെങ്കിൽ കർമ്മ ഫലവും ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണല്ലോ. കർമ്മം ചെയ്യുന്നവന് കർമ്മഫലം അനുഭവിച്ചേ മതിയാവുള്ളൂ. കുറേയൊക്കെ നമുക്ക് അനുഭവിച്ചേ മതിയാവുള്ളൂ. മുന്നോട്ടം പറഞ്ഞ പോലെ അതൊക്കെ ഇങ്ങനെ സ്കിൻ ഡിസീസായിട്ടും ഒക്കെ വരും. എവറി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. പിന്നെ അതൊക്കെ ഇതുപോലെ സ്വന്തം ഉപാസന കൊണ്ടൊക്കെ കഴിയുന്നത് തീർക്കുക. പിന്നെ നമ്മുടെ ഇതൊരു നിയോഗമായിപ്പോയി. ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇന്നത്തെ രീതി വെച്ചുകൊണ്ടെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് ചെയ്യുന്നു. അല്ല, ഇപ്പോഴും ഇതിലൊക്കെ വിശ്വസിച്ച് വരുന്ന ആളുകളുണ്ടല്ലേ? ഇപ്പം കൂടുതലാണല്ലോ. അതും വരുന്നവർ സാധാരണക്കാരല്ല, ഉന്നത വിദ്യാഭ്യാസം കിട്ടിയ വലിയ പദവികളിലിരിക്കുന്ന. അല്ലെങ്കിൽ പിന്നെ എൻ്റെ കൂടെ ഇത്രയും സയൻറ്റിസ്റ്റുമാരെങ്ങനെയാണ്? ഐ ഹാവ് എ ബിഗ് ടീം ഓഫ് സയൻറ്റിസ്റ്റ്. ചെറിയ ആൾക്കാരൊന്നും അല്ല, വലിയ ആൾക്കാർ, വലിയ സയൻറ്റിസ്റ്റുമാർ. എൻ്റെ ഒരു ടീം തന്നെയുണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ യാഗങ്ങളും ഒക്കെ സയൻറ്റിഫിക്. എനിക്ക് പൂർണ്ണ സയൻറ്റിഫിക് ടെമ്പർ ഉള്ളത് കൊണ്ടാണ് എൻ്റെ കുട്ടികളും ആ വഴിക്കാണ്. അവരൊക്കെ ഇപ്പം അവരൊക്കെ നീറ്റൊക്കെ എഴുതി MBBS സീറ്റ് കിട്ടിയിട്ടും അവരതിനൊന്നും പോയില്ല. ഇല്ല, MBBS കിട്ടിയിട്ട് പോയില്ല. ഇല്ല, അവള് മൂത്തയാള് ഐസറിന് പോകണം, സയൻറ്റിസ്റ്റ് ആവണമെന്നാണ്. അവിടെയാണ് പഠിച്ചത്. തിരുമലയുടെ കുറച്ച് മുമ്പ് ഒരു പാല കാണിച്ചില്ലേ അപ്പുറത്ത്? അതിലൊക്കെ യക്ഷി ഉണ്ടാവോ? പാലയിലുണ്ടോ? എന്താ അപ്പോൾ അതിനടുത്തൊക്കെ പോയാൽ പാലയിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാ ഈ അത്ഭുതം പോകുന്നത്? വിഗ്രഹത്തിലുണ്ടെന്ന് വിശ്വാസമുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണല്ലോ കോവിൽ പോകുന്നത്. അതെങ്ങനെ പറ്റും? അതെന്താ? അത് ക്ഷേത്രമല്ലേ? അതുകൊണ്ടെന്താ? ക്ഷേത്രമായാൽ എന്താ? വിഗ്രഹത്തിലല്ലേ ശക്തിയുള്ളത്? അല്ല, ക്ഷേത്രമാകുമ്പോൾ ഏതോ ഒരു മൂശാരി ഈ പറയുന്ന ലോഹക്കൂട്ടുകളൊക്കെ ഉണ്ടാക്കി തിളപ്പിച്ച് അതൊരു ബാലാലയ പ്രതിഷ്ഠയൊക്കെ നടത്തി പ്രാണം കൊടുത്ത് പ്രതിഷ്ഠയിലേക്ക് പോട്ടെ. അങ്ങേരുണ്ടാക്കി ഷേപ്പ് ഉണ്ടാക്കിയതല്ലേ ഈ പറയുന്ന വിഗ്രഹം. ഇതിപ്പോൾ ഇവിടെ ഉണ്ട് അല്ലേ? ഇതും ഏതോ ഒരു ശില്പി ഉണ്ടാക്കിയതാണ്. അതെ അതെ. ഇതിലില്ല, അതിലുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണം എന്താ? അതിന് കാരണം അതിന് തന്ത്രം പഠിച്ച, ശാസ്ത്രം പഠിച്ച ഒരാൾ സ്വന്തം പ്രാണന്റെ അംശം കൊടുത്ത് ദേവതയെ അവിടെ കുടിയിരുത്തുന്നു എന്ന് അവകാശപ്പെടുന്നല്ലേ? ഞാനും എനിക്ക് അവകാശപ്പെടാമല്ലോ. എനിക്ക് തന്ത്രം അറിയാം, ഞാനിതുമേ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇതിന് ജീവൻ ഉണ്ടാവും എന്ന് ഞാൻ പറയുന്ന സുല്ലങ്ങ് വിശ്വസിക്കുന്നു. അത് പറ്റില്ല. അങ്ങനെയല്ലേ ഞങ്ങൾ ഭക്തന്മാർ വിശ്വസിക്കുന്നത്? അങ്ങേ പോലെയുള്ള പണ്ഡിതന്മാരല്ലേ, ഞങ്ങൾ പാമരന്മാരാണ്. അതുപോലെ ഒരു അല്പം സയന്റിഫിക് ടെമ്പറൊക്കെ വേണം. നമ്മൾ ശ്രീകൃഷ്ണൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. നീ ഇതൊന്നും അങ്ങനെ തന്നെ വിശ്വസിക്കരുത്. നിനക്ക് ഉത്തമ ബോധ്യം വരണം. നീ പരീക്ഷിച്ച് നോക്കണം, ഈ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ശരിയാണെന്ന് ഉത്തമ ബോധ്യം വരുമ്പോഴേ വിശ്വസിക്കേണ്ട കാര്യമുള്ളൂ. ഞാനിത് തൊട്ടിട്ട് ദേ ഇനി ശക്തി കൊണ്ട് കൊണ്ടുകൊള്ളൂ, ഇത് ഗണപതിയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ട കാര്യം. ഈ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ പാലയുടെ ചോട്ടിൽ കൂടെ പോകുന്ന ആളാണ്, പേടിപ്പിക്കരുത്. പേടിക്കാനുള്ളതും അല്ല ഇതൊക്കെ. പിന്നെ ഇതിനെയൊക്കെ സ്നേഹിക്കാൻ പഠിക്കുക. യക്ഷിയോ ഗന്ധർവനെയോ പ്രേതത്തെയോ ഒക്കെ. എൻ്റെ പ്രേതം എൻ്റെ കൂടെ ഉണ്ടല്ലോ. അങ്ങ് ജീവനോട് ഇരിക്കുകയല്ലേ? അതെ. അപ്പം എൻ്റെ പ്രേത ശരീരം എന്നിലുണ്ട്. എൻ്റെ ദശപ്രാണങ്ങളിലെ ഏറ്റവും ധനഞ്ജയൻ എന്ന് പറയുന്നതായിട്ടുള്ള പ്രാണൻ ഒന്ന് തന്നെയാണ്. അതിനെ 10 സബ് ഡിവിഷൻ ആക്കുകയാണെങ്കിൽ ഈ ദശപ്രാണൻ എന്ന് വരണം. ഫങ്ഷൻ വൈസാണ് ഈ ഡിവിഷനും. ആസതിൽ ഒന്ന് തന്നെയാണ്. പക്ഷേ അത് ഈ റിലീസ്ഡ് ആവുന്ന മരണസമയത്ത് അത് റിലീസ് ആവുന്നത് വളരെ പതുക്കെയാണ്. ഓരോരോ സമയത്താണ് ഓരോന്നും റിലീസ് ആവുന്നതെന്ന്. ഏറ്റവും അവസാനം പുറത്തേക്ക് പോകുന്ന റെസിഡ്യൂ വായു അഥവാ പ്രാണശക്തിയാണ് ധനഞ്ജയൻ. ഈ ധനഞ്ജയനാണ് പ്രേതമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മറ്റേ ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ അത്രയും ശക്തി പ്രേതത്തിനില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും പ്രേതം നമ്മുടെ കൂടെ ആണല്ലോ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. അതെ, എൻ്റെ രക്തം എന്നിലുണ്ട്, എൻ്റെ മാംസവും ഒക്കെ ഇല്ലേ, അതെങ്കിലും സമ്മതിക്കാമല്ലോ. ഞാൻ ഇവിടെ രക്തം കാണുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ ഉള്ളിലല്ലേ ഇതൊക്കെ ഈ ഓർഗൻസ് ഒക്കെ ഉള്ളത്, കിഡ്നിയും മറ്റേ ലങ്സും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെ
എൻ്റെ ഈ പറയുന്ന അത് മറ്റേ വ്യഷ്ടി അതാ മറ്റേ എന്തൊരു മറ്റേ ഫിസിക്കൽ ശരീരത്തിലുള്ളതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ രക്തവും മലവും മൂത്രവും മാംസവും ഏസും മജ്ജയും ഒക്കെ. അതുപോലെ തന്നെ അതിലും സൂക്ഷ്മമായിട്ടുള്ളതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ബോഡി. അതിലും ഉണ്ട് അതിൻ്റെ സബ് ഡിവിഷൻസ് ആണ് ഈ ദശപ്രാണങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു. പ്രാണന പാനം ജ്ഞാനം ദാന സമാനം നാഗൻ കൂർമൻ ദേവരത്ൻ ധനഞ്ജയൻ എന്നൊക്കെ പറഞ്ഞതായിട്ടുള്ള പ്രാണൻ ഒന്ന് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ 10 മാനിഫെസ്റ്റേഷൻസ് ആണ്. അത് ഈ മരണ സമയത്ത് അത് റിലീസാവും. അതാണ് മരണം എന്ന് പറയുന്നത്. വളരെ പതുക്കെയാണ് മരണം എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഓരോ വായുക്കളൊക്കെ പോയി അതെ ഓരോന്നോരോന്നായിട്ടാണ് മരണം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ നമ്മുടെ ഒരു ശാസ്ത്രം അനുസരിച്ച് ഈ നോർമൽ മരണം ശ്വാസം നിന്ന് കഴിഞ്ഞാൽ മരണമായല്ലോ, അതിനുശേഷം ഒരു 4 മണിക്കൂറും കൂടെ ബോഡി കിടത്തിരിക്കണം. അത് മണലൊക്കെ വിരിച്ച് അവിടെ കിടത്തണം. പൂർണ്ണമായിട്ടും ജൈവബന്ധം വേണം, ഭൂമിയായിട്ട് സമ്പർക്കം വേണം, ആ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ശരിയായിട്ട് സിങ്ക്രണൈസ്ഡ് ആയിട്ട് കിടക്കണം. എന്തിനാണെന്നറിയാമോ? ഈ ധനഞ്ജയനും കൂടെ വെളിയിലേക്ക് പോകണം. 4 മണിക്കൂറിന് ശേഷം ധനഞ്ജയൻ വെളിയിലേക്ക് പോകും. ഈ ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണശക്തിയാണ് പ്രേതമായിട്ട് രൂപാന്തരപ്പെടുന്നത്. അതിൻ്റെ ശക്തി അനുസരിച്ച് അത് ചിലപ്പോൾ കുറച്ച് കൂടുതലായിട്ടൊക്കെ മാനിഫെസ്റ്റ് ചെയ്തൊക്കെ. എന്താണെങ്കിലും ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ അത്രയും ശക്തിയൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണേൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കാം. അപ്പോൾ പ്രേതത്തെക്കാൾ ശക്തി മനുഷ്യനാണ്. തീർച്ചയായിട്ടും. പിന്നെ ഇതിന് മനുഷ്യൻ പ്രേതത്തെ പേടിക്കുന്നത്? അത് എന്തെല്ലാത്തിനെയും പേടിക്കുന്നത്. ഞങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്ന് വന്ന പെൺകുട്ടി ഒരു പന്നിയലി രാവിലെ പറഞ്ഞില്ലേ, ബാത്റൂമിൽ പന്നിയലിയെ കണ്ടു. അതിനെ പേടിക്കുന്നില്ലേ? അങ്ങനെ എന്തെല്ലാത്തൊക്കെ പേടിക്കുന്നുണ്ട്. കറുത്ത പൂച്ചയെ പേടിക്കും. അങ്ങനെ പലതിനെയും പേടിക്കും. അറിവില്ലാത്തതിനെയും ഒക്കെ ഭയപ്പെടും. നമ്മളൊക്കെ ഭയം കൊണ്ടല്ലേ ജീവിക്കുന്നത്. അതെ അതെ. ജനിച്ച് വീഴുമ്പോൾ തന്നെ എന്താണ്, ഇത്രയും നാളും വളരെ സെക്യൂർഡായിട്ട് വളരെ സൗകര്യമായിട്ട് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരല്പം പോലും ലൈറ്റ് ഒന്നും ഇല്ലാതെ ആവശ്യത്തിന് ആഹാരവും നിഹാരവും ഒക്കെ ആയിട്ട് അവിടെ സുഖമായിട്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കുമായിരുന്നു. സുഖമായിട്ട് അങ്ങ് സസ്പെൻഡഡ് ആയിട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവമാണ് ഫൈൻ മോർണിംഗ് സ്പേസിലേക്കാണ് പോണത്. അതിഭയങ്കരമായ പ്രകാശം ഉള്ള യാതൊരു ആലംബവും ഇല്ലാത്ത സ്പേസിലേക്ക് കുഞ്ഞ് പോവാണ്. അതിന് കരയല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. ഭയപ്പെട്ടു കരഞ്ഞു പോകും. പിന്നെ ഭയമാണ്. അല്ല, ഭയം ജീവൻ രക്ഷിക്കും ഇല്ലേ? ഭയമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വൈദ്യുതി പോകുന്ന കമ്പിയെ പിടിക്കും. അല്ല, അത് വിവേകം. വിവേകമാണ്. വിവേകവും വിവേകമല്ല. ഈ ഭയം ഇത് പ്രധാന വികാരം ഭയമാണെന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പം തന്നെ ഭയമാണ്. ആ ഭയത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ആ ഭയം ഓരോ ജ്ഞാനം നേടും തോറും ആ ഭയം കുറേശ്ശെ ആയിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ജ്ഞാനം നേടുമ്പോഴും നമ്മൾ ഈശ്വരനിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ശരിയാണ്. എന്താണ്? ഈശ്വരൻ ജ്ഞാന സ്വരൂപമായതുകൊണ്ട് അതറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത തത്വം എന്നുള്ളത് കൊണ്ട് ഓരോരോ ഭയങ്ങളെയായിട്ട് ഇല്ലാതെയാക്കി കൊണ്ടുവരണം. അപ്പോൾ ഇതൊക്കെ ഓരോന്ന് അറിയണം. പ്രേതത്തെ അറിയണം, പ്രേതം എന്താണെന്ന് അറിയണം, അതിനെ വേണ്ട വിധം അതിനൊരു ഗതി കിട്ടുന്ന വിധത്തിലുള്ള കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം. അത് സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ മാത്രമല്ല. നമ്മൾ ഇപ്പോൾ കറുത്തവാവ് വരാറായി, കർക്കിടക മാസത്തിലെ കറുത്തവാവിൻ്റെ അന്ന് നമ്മൾ സ്വന്തം അച്ഛൻ അമ്മ അല്ലെങ്കിൽ മുത്തച്ഛൻ അവർ മാത്രമല്ലല്ലോ, ഈ ലോകത്തുള്ള സകല പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള തർപ്പണങ്ങൾ നമ്മൾ ചെയ്യാൻ ഉള്ള ദിവസമാണെന്ന്. സകല പിതൃക്കളും വരുന്നു എന്ന് പറയുന്ന ദിവസമാണെന്ന്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ചെയ്യും. നമ്മുടെ കൂട്ടുകാരോ നമ്മളോട് വിരോധമുള്ളവരോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബപരമായിട്ടുള്ള ശത്രുക്കളോ മിത്രങ്ങളോ ആരുമാകട്ടെ, അവരൊക്കെയ്ക്കും വേണ്ടിയിട്ടാണ് നമ്മൾ തർപ്പണങ്ങൾ നടത്തുന്നത് അന്നേ ദിവസം. അപ്പോൾ നമ്മളിതൊക്കെ ഈ അവർക്ക് വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്, അവർക്ക് ഗതിക്ക് വേണ്ടിയിട്ട്, അല്ലാണ്ട് അവരെ ഭയപ്പെടാനുള്ളതല്ല. മറ്റേതൊക്കെ ഈ പറയുന്ന താൽക്കാലിക ഭയങ്ങളാണ്. നമ്മുടെ കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് വിചാരിക്കുന്ന തരം ഭയം ഉണ്ടല്ലോ, അതൊക്കെയാണ് ആ ഭയം. ഇല്യൂഷൻസ് ഉണ്ടാകുന്നത് കൊണ്ടാണ്, ആവശ്യമില്ലാത്തതാണ്. നമുക്ക് അജ്ഞാനം കൊണ്ട് എല്ലാം ഇല്യൂഷൻസ് അല്ല. ഇങ്ങനൊരു ശക്തിയുണ്ട്. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തോന്നൽ. അതെ, തോന്നൽ ശരിയല്ല. ഒരു വിഭ്രമം അല്ലെങ്കിൽ വിദ്യാകാഴ്ച. തോന്നൽ ശരിയല്ലേ? ഇവിടെ ഈ ശരി തെറ്റിനെ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന മുണ്ടിന്റെ നിറം എന്താ? അത് വൈറ്റ് ആണ്. വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ആണ്. ശരി. മറ്റേ ഷർട്ടിന്റെ നിറം ബ്ലൂ ആണ്. ഇതൊക്കെ പറയും. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെ ഒരെണ്ണം ഉണ്ടോ? ബ്ലൂ ആണെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് സമ്മതിക്കാൻ പ്രയാസമല്ലേ? അതെ അതെ. ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ? അങ്ങനെയല്ല. പിന്നെ there is no color. ഇതൊക്കെ ഒരു മായയായത്. ഇറ്റ്സ് ആൻ ഇല്യൂഷൻ. കളർ എന്ന് പറഞ്ഞൊരു ഇല്യൂഷൻ അല്ല. 7 നിറങ്ങളുണ്ട്, അതിലൊരു നിറമുണ്ടെന്ന് ആര് പറഞ്ഞു? അങ്ങനെയാണ്. നിറമേ ഇല്ല. വിബ്ജിയോർ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ എന്താണ്? ആ നിറങ്ങൾ നമ്മൾ പേരിട്ടിരിക്കുന്നു. എന്നിട്ട് അതിന്റെ ഓരോ ലെറ്റർ എടുത്തിട്ട് വിബ്ജിയോർ എന്നൊരു പേരുണ്ടാക്കി വെച്ചിരിക്കുന്നു. ശരിയാണ്. ഇതെല്ലാം കൂടെ വേഗത്തിൽ കറക്കിയാൽ വൈറ്റ് ആയിരിക്കും, നിറമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിറമില്ല. കളർ അറ്റ് ഓൾ. യെസ് എഗ്രീഡ്. ശരിയാണ്. കളറും നിറവും പ്രകാശവും പ്രകാശമില്ലായ്മയും മാത്രമേ ഉള്ളൂ.
ഇരുട്ടും ഇല്ല, ബ്ലാക്കും ഇല്ല, പ്രകാശവും പ്രകാശമില്ലായ്മയും, വെളിച്ചവും വെളിച്ചമില്ലായിരിക്കും. അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇല്യൂഷനാണ്. അപ്പോൾ ഏത് ലെവൽ വരെയാണ് നമ്മൾ ഇല്യൂഷനാണെന്ന് സമ്മതിക്കാൻ പോണേ? അതനുസരിച്ചിരിക്കും ഇത് വെറും തോന്നലല്ലേ എന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരം പറയുമ്പോൾ കണക്കിലെടുക്കേണ്ടത്. ഒരു രഹസ്യം ചോദിക്കട്ടെ, എല്ലാ പാലയിലും ലക്ഷ്യമുണ്ടോ? എല്ലാ പാലയിലും ലക്ഷ്യമുണ്ടോ? വേണം, നിർബന്ധമൊന്നുമില്ല. ഉള്ളതെങ്ങനെ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. യക്ഷി എന്ന് പറഞ്ഞാൽ അതൊരു പ്രതിഭാസമാണ്, എല്ലായിടത്തും ഉണ്ട്. ജലം എല്ലായിടത്തും ഉണ്ട്, പക്ഷെ നമുക്ക് പുഴ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ഇതിലുള്ള ജലാംശം നിങ്ങൾക്ക് അറിയില്ല. വാട്ടർ കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സയന്റിസ്റ്റ് വരണം. അതെ, ഈ തടിയിൽ ഇപ്പം ജലാംശമുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് എത്ര ഉണ്ട് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അത് എടുത്ത് ഹീറ്റാക്കി അതിൻ്റെ അകത്ത് ഡ്രൈ ആക്കി വെയിറ്റ് ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടിട്ട് ആ വെയിറ്റ് ഡിഫറൻസ് ഈസ് ദ മാസ് ഓഫ് ദ വെയിറ്റ് ഓഫ് ദ വാട്ടർ കണ്ടന്റ് ഇൻ ദാറ്റ് പീസ് ഓഫ് വുഡ് എന്ന് നമുക്ക് പറയാം. അതിനൊരു സയൻറ്റിസ്റ്റ് വരേണ്ടി വരും, അല്ലെങ്കിൽ അത് അറിയാവുന്ന ടെക്നോളജിസ്റ്റെങ്കിലും വരേണ്ടി വരും. അപ്പം ഇത് എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷേ അത് പ്രത്യേകമായിട്ട് തിരിച്ചറിയുന്നത് നമ്മൾ ഈ പറഞ്ഞ രൂപഭാവങ്ങളോടുകൂടി മാനിഫെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ് എന്നനുസരിച്ചൊക്കെ ഒരു പക്ഷേ കണ്ടാൽ മനസ്സിലാകുമായിരിക്കും. പുഴ കണ്ടാൽ പുഴയാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇവിടുത്തെ വാട്ടർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുന്ന കസേരയിൽ ജലമുണ്ടോ? ഉണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. ഇതിൻ്റെ അത് സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? ഇത്രയും ഗാഠമായിട്ടുള്ള ഈ വസ്തുവിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സ്പേസ് ആണെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റും? ഇത് ഈ പീസ് ഇത്രയും ഈ ഒരു മാസ് ഇതിൻ്റെ ടോട്ടൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസിനകത്ത് ഏറ്റവും കൂടുതലുള്ള സ്പേസാണ്. ആകാശം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളിലെ ആകാശമാണ് ഏറ്റവും കൂടുതൽ. സമ്മതിക്കാൻ പറ്റുമോ? നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെയാണ് നമ്മൾ കാണുന്ന ആകാശം അനന്തമാണല്ലോ. അതല്ലെന്നേ ഞാൻ പറയുന്നത്. ഇത്രയുള്ള ഒരു ഇരുമ്പ് കഷ്ണം, അതിനകത്ത് ഞാൻ പറയുന്നു അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലുള്ളത് പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ 90% ആകാശം, സ്പേസ് എന്ന തരത്തിൽ. ഓക്കെ, നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ആ ഇരുമ്പ് കഷ്ണം ഇല്ല, അത് കണങ്ങൾ മാത്രമാണല്ലോ. അതെ. എങ്ങനെയാ ഒരു ന്യൂക്ലിയസും അതെ അതിന് ചുറ്റും ഇലക്ട്രോൺസും അതിനകത്ത് മുഴുവൻ സ്പേസാണ് ഉള്ളത്. സ്പേസാണ് ഏറ്റവും 90% ഭാഗം. ഇപ്പോൾ തിരുമേനി പറയുന്നത് മുഴുവൻ ശാസ്ത്രമാണ്. ഇപ്പോൾ ഇതിൽ സിനിമയിൽ ഈ യക്ഷി ഉണ്ടെന്ന് പറഞ്ഞതാണോ, ഇതെല്ലാം സ്പേസ് ആണെന്ന് പറഞ്ഞതാണോ ശാസ്ത്രം? അതെ, അതാ പറഞ്ഞത്. ഇത് ഏത് നിലവാരത്തിൽ ഇപ്പം നമ്മൾ പറയുന്നത് രണ്ടും ശാസ്ത്രമാണ്. രണ്ടും ശാസ്ത്രം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പം ഇത് ഒരു ഇരുമ്പിൻ്റെ കഷ്ണം വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സ്പേസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധിക്കും സാധാരണ ലോജിക്സിനും സമ്മതിക്കാൻ പറ്റാണ്ട് വരുന്നു എന്ന് പറയുന്ന പോലെയാണ് യക്ഷി എവിടെയുണ്ട് എന്ന് ചോദിച്ചാലുള്ള ഉത്തരം പറയുമ്പോൾ. യക്ഷി എവിടെയും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ, അറിയാൻ, അനുഭവിക്കാൻ പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് വേണ്ടി വരും, അഥവാ അതിനെപ്പറ്റിയുള്ള ജ്ഞാനം വേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായോ ശാരീരികമായോ ക്ഷീണിച്ചിരിക്കണം. ഈ ക്ഷീണത്തിലേക്ക് പോണേന്നാ ഊർജ്ജത്തിലുണ്ടെങ്കിൽ കാണാമല്ലോ. അല്ല, ചിലർക്കല്ലേ ഈ ലോകത്തോടെ എല്ലാ മനുഷ്യരെയും ബാധിക്കുന്നില്ലല്ലോ, ചിലരെയല്ലേ ബാധിക്കുന്നുള്ളൂ. ബാധിച്ചോളണം. അപ്പോൾ ഇപ്പോഴൊക്കെ ഈ വേറൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നണേ. ഈ യക്ഷി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോമൺ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ മരിച്ചു പോയവരുടെ പ്രേതം എന്ന്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രേതം, ദുർമരണം സംഭവിച്ച സ്ത്രീകളുടെ പ്രേതമാണെന്നോ ആ മുൻവിധി വെച്ചിട്ടാണ് ഈ ചോദ്യം വരുന്നത് അല്ലേ? അങ്ങനെയാണ്. അതോ പാർവതി ദേവിയാണ് എന്ന് കരുതിയാൽ പ്രശ്നമില്ല. ഇല്ല, ദേവിയാണ്. തൊഴാൻ അനുഗ്രഹങ്ങൾ കിട്ടും. എത്രയോ തരത്തിലുള്ള യക്ഷികളുണ്ട്, എത്രയോ ലക്ഷം യക്ഷികളുണ്ട് എന്ന് വെച്ചാൽ മന്ത്രങ്ങളുണ്ട്, മന്ത്രമൂർത്തികൾ, അങ്ങനെ കാണാവുള്ളൂ കേട്ടോ. മന്ത്രങ്ങൾ ഉള്ളതുകൊണ്ട് മന്ത്രമൂർത്തികളുമുണ്ട്. എത്രയോ തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട്. ഗംഭീരമായിട്ടുള്ള ഫലങ്ങൾ തരുന്നതായിട്ടുള്ള യക്ഷിണി മന്ത്രങ്ങളുണ്ട്. 32 തരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അനവധി. അതൊക്കെ ക്ഷിപ്രഫലങ്ങളാണ് അതിനൊക്കെ. നമ്മൾ ചില ഈ വാക്സിനേഷൻ പോലെയൊക്കെ ഇരിക്കും. നമ്മൾ ഒരുപാട് കാലം ഗുളിക കഴിക്കുന്നതിന് പകരം വാക്സിനേഷൻ ഇഞ്ചക്ഷൻ, ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം തരുമില്ലേ? പ്രത്യേകിച്ച് പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടർമാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇത് ഈ പാരസെറ്റമോൾ ഇങ്ങനെ ഗുളികകൾ കഴിക്കുന്നതിലും ഭേദം മറ്റേ ഇതിലിട്ട് പെട്ടെന്ന് കാണിക്കും, പെട്ടെന്ന് എഫക്റ്റ് ആവില്ലേ എന്ന് പറയുന്ന പോലെ ഒരേ സാധനം തന്നെയാണ്. പക്ഷേ അത് പല രീതിയിൽ പല രീതിയിലുള്ള മന്ത്രങ്ങൾ ഉണ്ട്. അതിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള, നമുക്ക് യോജിക്കുന്നതുമായിട്ടുള്ള യക്ഷിണി മന്ത്രങ്ങളെ കൊണ്ട് ഉപാസിച്ചാൽ വളരെ പെട്ടെന്ന് ഫലം കിട്ടും. അനുഗ്രഹത്തിനായിട്ട് തേടൂ. എന്തിനാ ഈ പേടിക്കാൻ പോണേ? അതൊരു കാര്യമാണ്. എന്തിനാ ഭയക്കുന്നല്ലേ? ഭയത്തിൻ്റെ ആവശ്യമില്ല. ഭരിക്കാനുള്ളതല്ല ഇതൊന്നും, ആരാധിക്കാനുള്ളതാണ്. ആരാധിക്കുകയോ സ്നേഹിക്കുകയോ എല്ലാത്തിനുള്ളതാണ്. നമ്മൾ ഈ ആളുകൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് പച്ചയ്ക്ക് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം സാധിക്കാനാണ് ആണല്ലോ. ഭൂരിപക്ഷം യക്ഷിയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ കഴിയുമോ? തീർച്ചയായിട്ടും. പാർവതി ആയതുകൊണ്ട്. അങ്ങനെയാണ് ഗന്ധർവൻ ശിവനാണോ? ഗന്ധർവൻ ശിവനാണോ? ശൈവ വിഭൂതിയാണെന്ന് പറയുന്നത് ആണ്.
അദ്ദേഹത്തിൻ്റെ മറ്റേ ഭൂതഗണങ്ങളിൽപ്പെട്ടതാണല്ലോ ഉം. ഈ ശിവാംശമാണ്. ആ അപ്പോൾ ചില ക്ഷേത്രങ്ങളില്ലേ വളരെ ഇവിടെ നമ്മുടെ എറണാകുളത്തേക്ക് പോകണ വഴിക്ക് നമ്മുടെ അരയങ്കാവില്ലേ, ഉം. അരയങ്കാവിൽ നല്ല ഉഗ്ര ഭദ്രകാളിയാണ് അല്ലേ, ഉം. പക്ഷേ അതിൻ്റെ പുറകിലൊരു യക്ഷിയുണ്ട്. ഭദ്രകാളിക്ക് വഴിപാടൊക്കെ കഴിച്ചിട്ട് അപ്പുറം കൂടെ പോയി പുറകിൽ പോയി ആ യക്ഷിക്ക് ഒരു പൂവമ്പഴം നേദിക്കാൻ പ്രത്യേകം ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞാൽ ഫലം പെട്ടെന്ന് കിട്ടും. അരയങ്കാവല്ലേ? ആ ഞാൻ പറഞ്ഞത് നമ്മുടെ പലപ്പോഴും അങ്ങനെയല്ലേ, ഇപ്പോൾ ഒരു പിന്നെ മറ്റേ വില്ലേജ് ഓഫീസറെ കാണുന്നിട്ട് കാര്യങ്ങൾ സാധിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് കാണണ്ടെന്നല്ല, അതിനെ കണ്ട് വേണ്ടതൊക്കെ ചെയ്യാം. പക്ഷേ അവിടുത്തെ LDC കൂടെ ഒന്ന് കണ്ടാൽ, LDC അല്ല, നമ്മുടെ അവിടുത്തെ മറ്റേ അറ്റൻഡർ ഉണ്ടല്ലോ, അവനാ ഇതൊക്കെ ചെയ്തു തരുന്നത്. അവന് വേണ്ട പോലെ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും എന്ന് പറയുന്ന പോലെ അങ്ങനെയൊക്കെയുള്ള ദേവതയെ മനസ്സിലാക്കാം. ഇപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇതിനെ ഒരു ഈ കളിയാക്കി പറഞ്ഞതല്ല, മനസ്സിലായി. എക്സാമ്പിൾ നമ്മുടെ ആൾക്ക് മനസ്സിലായി. കാരണം യക്ഷി എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചൊവ്വയും വെള്ളിയും ഇങ്ങനെ ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇട്ട് വെള്ള സാരി ഉടുത്ത്. ചൊവ്വയും വെള്ളിക്കും പ്രാധാന്യം എന്താ? അതെന്താ എന്താ ഇത് മനസ്സിൽ കയറിയിരിക്കുന്ന സാധനമാണ്. വെള്ളിയാഴ്ച ശുക്രന്റെ ദിനം, ശുക്രന്റെ സ്വാധീനം കൂടുതലുള്ള, അതായത് ആ അന്നത്തെ തുടക്കം, ദിവസത്തിന്റെ തുടക്കം ആ ശുക്രന്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ശുക്രവാരം അഥവാ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. മറ്റത് ചൊവ്വയുടെ കുജൻ്റെ കാലഹോരയിലാണ് ആ ദിവസം തുടങ്ങുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു കാലഹോരയിലാണോ, ആരുടെ കാലഹോരയിലാണോ ആ ദിവസം തുടങ്ങുന്നത്, ആ ഗ്രഹത്തിൻ്റെ സ്വാധീനം അന്ന് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ഇത് രൂക്ഷഗ്രഹമാണ് ചൊവ്വ, അതുപോലെ തന്നെ ആഗ്നേയവുമാണ്. അതുപോലെ തന്നെ ശുക്രൻ എന്ന് പറയുന്നത് സർവത്തിൻ്റെയും ആകർഷണത്തിന് സാധിക്കുന്നതുമാണ്. ഇങ്ങനെയുള്ള ദിവസങ്ങൾക്കും കൂടെ കണ്ട പ്രത്യേകത കൂടെ കണ്ടുകൊണ്ട് പോവുകയാണെങ്കിൽ ഭദ്രകാളിക്ക് പ്രധാനമാണെന്ന് പറയും, ഗണപതിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ യക്ഷിക്കോ ഒക്കെ വളരെ പ്രാധാന്യമുണ്ട്, അന്നപൂർണേശ്വരിക്കോ. ഇതൊക്കെ പാർവതിയുടെ തന്നെ ഡിഫറെൻറ്റ് മാനിഫെസ്റ്റേഷൻ അന്നപൂർണേശ്വരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ യക്ഷി, പിന്നെ അന്നപൂർണേശ്വരി, ഇവയൊക്കെ ഒക്കെ പൂജിക്കാൻ പറ്റിയ ദിവസമാണ് ഈ പറയുന്നത് ശുക്രവാരം. അല്ലാതെ ഭയക്കാനുള്ള ദിവസമല്ല. അല്ലല്ല, ഇതൊക്കെ ഇവിടെ ഭയമില്ല. നമ്മുടെ സമ്പ്രദായത്തിൽ, നമ്മുടെ സനാതന ധർമ്മത്തിൽ ഭയക്കാൻ പാടില്ല എന്ന് ഞാൻ നേരത്തെ ഒരു ശ്ലോകം പറഞ്ഞില്ലേ, എന്താണ്? ദേവിയെ പോലും വഴക്ക് പറഞ്ഞാണ് എഴുന്നേൽപ്പിക്കുന്നത്. ഉത്തിഷ്ഠപുരുഷി, എന്താ കിടന്നുറങ്ങണേ, കിംസപുരുഷി, നീ എന്താ ഉറങ്ങേണ്ടത്, ഉറങ്ങാൻ പറ്റില്ല, എങ്ങനെയും എന്നെ ഭയത്തിൽ നിന്ന് രക്ഷിച്ചേ മതിയാവുള്ളൂ എന്ന് ഭഗവതിയോട് ആജ്ഞാപിക്കുക ചെയ്യുന്നത്. ഭയമില്ല നമുക്ക്. ഭയത്തിൽ നിന്നുള്ള ത്രാണനത്താണ് എത്രയോ ശ്ലോകങ്ങൾ, ഒന്നും വേണ്ട, നമ്മുടെ ഇതിലൊക്കെ കാണാൻ വേണ്ടി, ദേവി മഹാത്മ്യത്തിലൊക്കെ കാണാൻ വേണ്ടി, ഭയേഭ്യസ്താഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഭയത്തിൽ നിന്നുള്ള ത്രാണനത്തിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയമാണ് ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ ഭയങ്ങളാണ് എനിക്ക് നീങ്ങിക്കിട്ടുന്നത്. അത് ഭയം പോയാൽ നമ്മൾ എന്തും ചെയ്യും. അതെ, എന്തും ചെയ്യുന്നല്ല, ഭയം പോകുന്നതോടുകൂടി എനിക്ക് ജ്ഞാനമുണ്ടാകും. ഈ ജ്ഞാനം ഉണ്ടാകുന്നതോടുകൂടി ഞാൻ എന്നെ അറിയുന്നു, ഞാൻ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നു. അവിടെ ആനന്ദം അനുഭവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന എൻ്റെ ഭയങ്ങൾ പോകണം. കാര്യര് തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പം മറ്റേ ഒരു മലബാരി സമ്പ്രദായത്തിലുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ 10 ദിവ്യന്മാരുടെ തല ഹോമിച്ചാൽ എനിക്ക് ചക്രവർത്തിയാകാം, ഇപ്പോൾ 9 പേരുടെ കിട്ടിയിട്ടുണ്ട്, എനിക്ക് അങ്ങേപോലെ ദിവ്യനായിട്ടുള്ളൊരു മഹർഷിയുടെ തലയോടെ കിട്ടിയാൽ അതെനിക്ക് പൂർത്തീകരിക്കാമായിരുന്നു. ശങ്കരാചാര്യ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത്രയേ ഉള്ളൂ, അദ്ദേഹത്തിന് ഭയമില്ല. ആ തല പോയി എന്ന് വിചാരിച്ച് എന്നിലുള്ള ശങ്കരൻ ആത്മന്യ എന്താണ് മറ്റേ ശിവൻ ചോദിച്ച പോലെ, ശിവൻ വേഷം മാറി വന്ന അദ്ദേഹത്തോട് ചോദിച്ചില്ലേ, എന്താണ് മാറേണ്ടത്, ശരീരം മാറണമെന്നാണോ ആത്മാവ് മാറണമെന്നാണോ, അതെ എന്നൊക്കെയുള്ള അദ്ദേഹത്തിന് ആ ബോധം വന്നയാളാണ്. അതുകൊണ്ട് തല പോയി വലിയ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ആയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം ആ ഒരു അവസ്ഥ എത്തിയാലേ നമുക്ക് ഒന്നിനോടും ഭയമില്ലാത്ത അവസ്ഥ എത്തുമ്പോഴാണ് ഈ പറയുന്ന ജ്ഞാനം ഉണ്ടാകുന്നത്. ആ ആനന്ദം എന്ന് പറയുന്ന, നിത്യാനന്ദം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രസംഗിക്കാനേ പറ്റുള്ളൂ, വളരെ ജന്മങ്ങളെ കൊണ്ട് നേടേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. പക്ഷേ എങ്കിലും ഈ ഒരു എന്താ പറയണ്ടേ, നമ്മുടെ സമീപനം അഥവാ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ ഇത് എങ്കിലും സാധിക്കും എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളിൽ നമുക്ക് വിമോചനം ഉണ്ടെന്നറിയാം. നമുക്ക് ആരോടാണ് വിരോധം ഉണ്ടാവുക, ഏത് സെക്റ്റിനോടാണ്, ഒന്നിനോടും നമുക്ക് വിരോധത്തിൻ്റെ കാര്യമില്ല. നമുക്ക് എല്ലാവരും സ്വീകരിക്കാം, എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും നമുക്ക്, എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും സ്ഥലത്തെയും
മതത്തെയും ഒക്കെയും നമുക്ക് സ്വീകാര്യമാകുന്നത് അതുകൊണ്ടാണ്. ഏതായാലും ഈ പ്രിയപ്പെട്ട പ്രേക്ഷകർ, യക്ഷിയെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം മാത്രമല്ല, നിങ്ങളുടെ സങ്കല്പവും തിരുമേനി പൊളിച്ചെഴുതി. ഏതായാലും ഒരു വല്ലാത്തൊരു അറിവ് കിട്ടുന്ന ഒരു എപ്പിസോഡായിപ്പോയി കേട്ടോ. അതിന് ഞാൻ പ്രേക്ഷകരുടെ പേരിൽ അങ്ങോട്ട് നന്ദി പറയുകയാണ്.